ടീച്ചറെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മുബാർ സാറെ സ്ക്രീൻ കാണാലോ അല്ലേ? ഹലോ ടീച്ചറെ കാണാം. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ ബേസിക്സ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഓടിച്ച് പെട്ടെന്ന് ക്വിക്ക്ലി സീമൻ ഇഫക്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പം അന്ന് ഞാൻ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ എന്നുള്ള ഇതിലാണ്. സോ നമുക്ക് സീമൻ ഇഫക്റ്റ് മുതൽ ഒന്നുകൂടെ കുറച്ച് നന്നായിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കാം. സോ കഴിഞ്ഞ ക്ലാസ്സിലെ ബേസിക്സ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂവേഷൻ പോലെയാണ് ഇന്ന് എടുക്കുന്നത്. സോ വിൽ ബിഗിൻ വിത്ത് സീമൻ ഇഫക്റ്റ്. അതിലെ കുറച്ച് പ്രോബ്ലംസും നമുക്കിന്ന് ചെയ്യണം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കതിന് സമയം ശരിക്കും കിട്ടിയിരുന്നില്ല. സോ സീമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി പി സീമൻ എന്ന് പറയുന്ന ഒരു ഡച്ച് സയന്റിസ്റ്റ് ആണ് in the year 1896. So actually this invention was before the discovery of quantum mechanics. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് പിന്നീട് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. സോ ആക്ച്വലി സീമൻ ഇഫക്റ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ വെൻ യു have a spectral line in presence of an external magnetic field, the spectral line splits into components. So ഈ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ സീമൻ ഇഫക്റ്റ് പറയുന്നത്. സോ മെയിൻലി രണ്ട് രീതിയിലുള്ള പാറ്റേൺ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് കോൾഡ് ദ നോർമൽ സീമൻ ഇഫക്റ്റ്. So normal Seeman effect usually we will see 3 spectral lines, and the second one is the anomalous Seeman effect. So here the spectral line will split into more than 3 lines, and usually the spectra will be a complex one. ഒരു കോംപ്ലക്സ് സ്പെക്ട്ര ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ യൂഷ്വലി നോർമൽ സീമൻ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് എസ് ഒൺലി ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എൽ നോട്ട് ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു 0, സ്പിൻ ആംഗുലർ മൊമെന്റം 0യും ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റം 0യും ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന് ഒരു നോൺ സീറോ വാല്യൂം ഉള്ള ആറ്റത്തിന്റെ കേസിലാണ് മെയിൻലി നോർമൽ സീമൻ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി എസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഒരു സ്പെക്ട്രൽ ടേമിന്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s+1 ആണ്. അപ്പോ ദിസ് വിൽ ഗീവ് യു ദ മൾട്ടിപ്ലിസിറ്റി ആസ് 1. അപ്പൊ യൂഷ്വലി നോർമൽ സീമൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ വെദർ അത് നോർമൽ സീമൻ ഇഫക്റ്റ് ആണോ അനോമലസ് സീമൻ ഇഫക്റ്റ് ആണോ തരുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലിസിറ്റിയാണ്. സോ യൂഷ്വലി നമ്മൾ സ്പെക്ട്രൽ ടേം ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൽ വാല്യൂ ഇവിടെ എഴുതും, ദെൻ മൾട്ടിപ്ലിസിറ്റി ഇവിടെ എഴുതും, ദെൻ ജെ വാല്യൂ ഇവിടെ എഴുതും. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലിസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് 2s+1 കൊണ്ടാണ്. എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ജെ. എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും, 2s+1 അഗെയിൻ ജെ. ഇങ്ങനെയാണ് സ്പെക്ട്രൽ ടേംസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെക്ട്രൽ ട്രാൻസിഷൻ തന്നിട്ട് അത് ഏത് രീതിയിലുള്ള ട്രാൻസിഷൻ ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യണമെങ്കിൽ ലുക്ക് അറ്റ് ദ മൾട്ടിപ്ലിസിറ്റി. സോ ഇവിടെ 2s+1 എന്ന് പറയുന്ന 1 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി
നോർമൽ സീമൻ ഇഫക്റ്റ് ആയിരിക്കും. സോ നോർമൽ സീമൻ ഇഫക്റ്റ് യൂഷ്വലി എക്സിബിറ്റ് ചെയ്യുന്നത് ആംഗുലാർ മൊമെന്റത്തിന്റെ കോൺട്രിബ്യൂഷൻ മെയിൻലി ഫ്രം ഓർബിറ്റൽ ആണെങ്കിൽ അങ്ങനെ വരുന്ന ആറ്റംസ് ആണ് നോർമൽ സീമൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. Some examples, helium, Zn, Cd, all these are examples of atoms which are exhibiting normal Zeeman effect. So ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ തിയറി മനസ്സിലായെങ്കിലേ ഉള്ളൂ പ്രോബ്ലം കുറച്ച് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെറിവേഷൻ പാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. സോ വി ഹാവ് ദ തിയറി, ഒരു ക്വിക്ക് ഡെറിവേഷൻ ആണ്, നോട്ട് എക്സ്പ്ലെയിനിങ് ഓൾ ദ ഫാക്ട്സ്. ഏറ്റവും എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കാണ് പോകുന്നത്. സോ നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉള്ള ഒരു ആറ്റം എക്സ്റ്റേണൽ ത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് mu L is equal to minus E/2m into L. ഈ എക്സ്പ്രഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് B അപ്ലൈ ചെയ്യാണ്. വി ആർ അപ്ലൈയിങ് എ മാഗ്നറ്റിക് ഫീൽഡ് B. Now in presence of a magnetic field, what happens? Energy. There occurs a change in energy, and the change in energy delta E എന്ന് പറയുന്നത് that's nothing but minus mu into mu dot B ആണ്. ഇവിടുത്തെ മ്യൂവിന്റെ കോൺട്രിബ്യൂഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിൽ നിന്നാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -E/2m ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ദിസ് മൈനസ് ആൻഡ് മൈനസ് ഗോട്ട് ക്യാൻസൽഡ്. So we can write this as E/2m into L dot B. Now this is equal to E/2m into modulus of L into modulus of B into cosine of the angle between L and B. Now this can be written as equal to E/2m into modulus of L into modulus of B into what is cosine of the angle between L and B. ബിയുടെ ഡയറക്ഷനിലുള്ള എല്ലിൻ്റെ കമ്പോണൻറ്റിനെ നമുക്ക് LZ എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എല്ലിന് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ കാരണം എല്ലിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ML values ആണ് പോസിബിൾ, വിച്ച് റേഞ്ചസ് ഫ്രം -L to +L. അപ്പോൾ ഫോർ എക്സാമ്പിൾ L equal to 2 ആകുമ്പോഴത്തേക്കും there will be 5 values are possible. That means 2 into 2 plus 1, 12 plus 1 values of ML are possible. അപ്പോൾ നമ്മളതൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ Z ഡയറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ 12 plus 1 വാല്യൂസ് എന്ന് പറയുന്നത് 0 വാല്യൂ പോസിബിൾ ആണ്. ദെൻ 1 ഈസ് പോസിബിൾ, then 2 is possible, then -1 is possible, then -2 is possible. All these are the ML values. ഇനി നമ്മൾ എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് L is root of L into L plus 1 into H cross. അപ്പോൾ L എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് 2 plus 1 √6 H cross എടുക്കും. സോ ദിസ് വിൽ ബി √6 H cross. ആൻഡ് ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് L. ആൻഡ് ദിസ് ആംഗിൾ, ഇതാണ് LZ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ML. ഇത് ML ആണ്. സോ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ML ആൻഡ് B ഈസ് നത്തിങ് ബട്ട് LZ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് L. So this can be written as again E/2m into modulus of L ഉം modulus of L ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് this is B. then LZന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ML into H cross. So this is equal to EB/2m into ML into H cross. So this can be written as E into H cross divided by 2m into ML into H cross, ML into B. So what is EH cross by 2m? EH cross by 2m എന്ന് പറയുന്നത് it's not, so that is denoted by simple mu B into B into ML. So this is the change in energy when an atom with
an orbital angular momentum L placed in an external magnetic field, the change in potential energy is nothing but mu b into B into ml. So ഇതിലെ mu b ബോർ മാഗ്നറ്റോൺ അതിന്റെ വാല്യൂ 9.27 into 10 raised to minus 24. സോ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഒരു സ്റ്റേറ്റിന്റെ എനർജി E0 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് E0 denotes the energy in the absence of an external field. അങ്ങനെയാണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് ദ ഫീൽഡ് വാട്ട് ഹാപ്പൻസ് ഇ ആണ് എനർജി എങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇ ഈക്വൽ ടു E0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു എം എൽ. ഇതായിരിക്കും ഒരു ഫീൽഡില് ഒരു സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത്. ഇനി എം എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എം എൽ ക്യാൻ ഹാവ് 2l+1 വാല്യൂസ് റേഞ്ചിങ് ഫ്രം -L to +L. ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. എം എല്ലിന് 2l+1 വാല്യൂസ് ആർ പോസിബിൾ റേഞ്ചിങ് ഫ്രം -L to +L. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ ഒരു അപ്പർ സ്റ്റേറ്റിനെ നമ്മൾ E1 എന്നും ലോവർ സ്റ്റേറ്റിനെ E2 എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പർ സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് E01 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു എം എൽ 1 ആയിരിക്കും. ആൻഡ് ലോവർ സ്റ്റേറ്റിനെ നമ്മൾ E2 കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ലോവർ സ്റ്റേറ്റിനെ E0 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ E0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു എം എൽ 0 ആയിരിക്കും ലോവർ സ്റ്റേറ്റിന്റെ എനർജി. അപ്പൊ ഡിഫറൻസിന്റെ എനർജി എന്ന് പറയുന്നത് E1 മൈനസ് E0 ആയിരിക്കും. ആ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E0 സ്റ്റേറ്റ് 1 മൈനസ് E0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു എം എൽ 1 മൈനസ് എം എൽ 0. ഇതായിരിക്കും ചേഞ്ച് ഇൻ എനർജി. ഈ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും ട്രാൻസിഷൻ നടക്കുമ്പോൾ എമിറ്റ് ചെയ്യുന്നത്. ഇനി ഇനീഷ്യലി ആ സ്പെക്ട്രൽ ലൈനിന്റെ എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡിലുള്ള സ്പെക്ട്രൽ ലൈനിന്റെ ഫ്രീക്വൻസി μ0, അതായത് E01 മൈനസ് E0 μ0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇനെ ഈ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ക്രോസ് ആണ്. E01 മൈനസ് E0 ബൈ എച്ച് എന്ന് പറയുന്നത് μ0 എന്ന് എഴുതുകയാണെങ്കിൽ പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു ഡെൽറ്റ എം എൽ. ഇതായിരിക്കും എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ or the change in frequency in presence of an external magnetic field. ഇനി ഡെൽറ്റ എം എല്ലിന് അക്കോർഡിംഗ് ടു ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ എൽ ചേഞ്ചസ് പ്ലസ് ഓർ മൈനസ് 1. ഡെൽറ്റ എം എല്ലിന്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. സോ ദ ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0 plus or minus 1. So either it can be 0 or it can be plus 1 or minus 1. So based on this, the transition between various levels take place. So if you calculate the frequency corresponding to different possible values of ml, suppose if delta ml equal to 0, then what happens? Delta E അല്ലെങ്കിൽ frequency μ0 എന്ന് പറയുന്നത് that's equal to upper levelന്റെ energy E01 minus E0 lower level divided by H ആയിരിക്കും. ഇനി ഡെൽറ്റ എം എൽ ഈക്വൽ ടു പ്ലസ് 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂ എന്ന് പറയുന്ന എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് μ0
plus mu b into b divided by h ആയിരിക്കും. And when delta ml equal to minus 1, then the frequency of emitted spectral line is mu 0 minus mu b into b divided by h ആയിരിക്കും. സോ നമുക്ക് 3 ലൈൻസ് കിട്ടും. ആ 3 ലൈൻസിൻ്റെയും ഫ്രീക്വൻസീസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഒരു ലൈൻ ന്യൂ സീറോയിലായിരിക്കും. ദാറ്റ്സ് ആൻ അൺപെർട്ടർബ്ഡ് ലൈൻ. ദെൻ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ന്യൂ സീറോ പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ഹെച്ചിലായിരിക്കും. ദെൻ ഇവിടെ നമുക്ക് വേറൊരു ലൈൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ന്യൂ സീറോ മൈനസ് മ്യൂ ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ഹെച്ച് ആയിരിക്കും. സോ ഇങ്ങനെ 3 ലൈൻസ് ആണ് നോർമൽ സീമൻ പാറ്റേണിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സെൻട്രൽ ലൈനിൽ നിന്നുള്ള ലൈൻസിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് എനർജി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് രണ്ട് കേസിലും ന്യൂ സീറോ മൈനസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ചിലും ഇതിലും ആക്ച്വലി ദ ഡെൽറ്റ ഇ ഈസ് നത്തിങ് ബട്ട് മ്യൂ ബി ഇൻറ്റു ബി ആയിരിക്കും. സോ മ്യൂ ബിനെ നമ്മൾക്ക് ഇ എച്ച് ക്രോസ് ബൈ മ്യൂ ബിയുടെ ടേംസിൽ ഇ എച്ച് ക്രോസ് ബൈ ഇ എച്ച് ബൈ 2 പൈ ഇ എച്ച് ക്രോസ് ബൈ ഇ എച്ച് ബൈ 2 പൈ എന്ന് എഴുതാം. സോ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതർവൈസ് യൂഷ്വലി ബോർ മാഗ്നറ്റോണിന്റെ ടേമിലാണ് പ്രോബ്ലംസ് തരിക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എക്സ്പ്രഷൻ എഴുതിയത്. So this implies that shifting energy is the same for all normal Zeeman lines. So ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഡ്രോ ദ സീമൻ പാറ്റേൺ ഫോർ 1f3 1d2 transitions. Draw the Zeeman pattern one F3 1D2 transitions. സോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ സീമൻ പാറ്റേൺ ആണ്. സോ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എൽ വാല്യൂവിന് കറസ്പോണ്ടിങ് 3 ആണ്. ഇവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ജെ ഈക്വൽ ടു 3, ജെ ഈക്വൽ ടു 2. ഇവിടെ ജെ എന്ന് പറയുന്നത് ആക്ച്വലി എൽ തന്നെയാണ്, കാരണം എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 1f3 എടുക്കുകയാണെങ്കിൽ എം എല്ലിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എം എൽ ക്യാൻ ഹാവ് 2l plus 1 വാല്യൂസ് റേഞ്ചിങ് ഫ്രം -3 to +2. എത്ര വരും? 3, 2, 1, 0, then -1, -2, -3. ഇത്രയാണ് 1f3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എൽ വാല്യൂസ്. ഇനി 1d2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എൽ വാല്യൂസ് എങ്ങനെ വരും? 2l plus 1 വാല്യൂസ് 2, 5 വാല്യൂസ് വരും. 2, then 1, 0, -1, -2. ഇത്രയാണ് 1d2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം എൽ വാല്യൂസ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ, അതായത് ഇനീഷ്യലി ബി ഈക്വൽ ടു 0യിൽ വി വിൽ ഗെറ്റ് എ സിംഗിൾ ലൈൻ. അത് നമ്മുടെ 1f3യുടെ കേസിൽ. ഇനി അത് എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് 7 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ദിസ് ഇസ് 1, then this is the another 1, then this is 3, 2, then again one more component. So 3, 2, 1, then there is a 0 component, then again there is -1, then -2. നിങ്ങൾ എൻ്റെ ഒപ്പം വരച്ചോളുക. സോറി, -3, -1, -2, then there is -3.
സോ 1f3 ഇത്രയും കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ 1d2 എന്ന് പറഞ്ഞാൽ ഇത് ബി ഈക്വൽ ടു 0 സോ ഇൻ ദ പ്രസൻസ് ഓഫ് ബി യിലാണ് അപ്ലൈഡ് ഫീൽഡിലാണ് ഇത് ഇത്രയും കമ്പോണന്റ് ആയിട്ട് മാറുന്നത്. ഇനി അടുത്തത് 1d2ന്റെ കേസിൽ എന്ത് സംഭവിക്കും? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ദർ ഈസ് ഓൺലി എ സിംഗിൾ കമ്പോണന്റ്. നൗ ദിസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 1, 2, 3, 5 components ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് 2, 1, 0. ദിസ് ഇസ് 2, 1, 0, -1, -2. ഇവിടെ -1, -2 ഇങ്ങനെ ഇത്രയും കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമ്മൾ ട്രാൻസിഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രൽ ലൈൻസ് ഇത്രയും ഇവിടെ 7 കമ്പോണൻസ് ആയിട്ടും ഇവിടെ 5 കമ്പോണൻസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ വേരിയസ് ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ ഗവേൺ ചെയ്യുന്നത് സെലക്ഷൻ റൂൾ അനുസരിച്ചാണ്. അപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ടിങ് 3 എടുക്കുകയാണെങ്കിൽ 3യിൽ നിന്ന് 2യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ 3യിൽ നിന്ന് 2യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ആ ട്രാൻസിഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഓൾ ദ പോസിബിൾ ട്രാൻസിഷൻസ് ഇഫ് യു ഡ്രോ ഫ്രം 3യിൽ നിന്ന് 2ലെ 1d2ന്റെ 2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷെ 3യിൽ നിന്ന് 1ലേക്കുള്ള ട്രാൻസിഷൻ, 3യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ, 3യിൽ നിന്ന് -1ലേക്കുള്ള ട്രാൻസിഷൻ, 3യിൽ നിന്ന് -2ലേക്കുള്ള ട്രാൻസിഷൻ എല്ലാം ഫോർബിഡൻ ആണ്. കാരണം എന്താ? ഡെൽറ്റ ml എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ +or-1 ആകുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ച് ട്രാൻസിഷൻസ് ആർ ഫോർബിഡൻ. സോ അടുത്ത സെക്കൻഡ് ഇതെടുക്കാം. 2ൽ നിന്നുള്ള പോസിബിൾ ട്രാൻസിഷൻ, 2ൽ നിന്ന് 2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഫ്രം 2 to 2 ട്രാൻസിഷൻ പോസിബിൾ ആണ്. 2ൽ നിന്ന് ദെൻ 1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷെ 2ൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. ദെൻ 2ൽ നിന്ന് -1ലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. 2ൽ നിന്ന് -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് 2. ദെൻ 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്, കാരണം -1 ആണ്. ദെൻ 1ൽ നിന്ന് 0യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ 1ൽ നിന്ന് -1ലേക്ക് പോസിബിൾ അല്ല. 1ൽ നിന്ന് -2ലേക്കും പോസിബിൾ അല്ല. നൗ -1ന്റെ അല്ല 0യുടെ കേസിൽ 0 to 0 ട്രാൻസിഷൻ പോസിബിൾ ആണ്. 0യിൽ നിന്ന് 1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 0യിൽ നിന്ന് 1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 0യിൽ നിന്ന് 2ലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. 0യിൽ നിന്ന് -1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 0യിൽ നിന്ന് -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. ഇനി അടുത്തത് -1. അതേപോലെ നിങ്ങൾ നോക്കുകയാണ്, -1ൽ നിന്ന് 2ലേക്ക് പോസിബിൾ അല്ല, -1ൽ നിന്ന് 1ലേക്ക് പോസിബിൾ അല്ല, -1ൽ നിന്ന് 0യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ -1ൽ നിന്ന് -1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. -1ൽ നിന്ന് -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്, കാരണം -1 -2 വരും. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് +1 ആയിരിക്കും. സോ ദാറ്റ് ട്രാൻസിഷൻ ഈസ് പോസിബിൾ. ഇനി അതേപോലെ -2ന്റെ കേസിൽ -2 to +2 ട്രാൻസിഷൻ പോസിബിൾ അല്ല. -2ൽ നിന്ന് 1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. -2ൽ നിന്ന് 0യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. -2ൽ നിന്ന് -1ലേക്ക് -2 + 1 പോസിബിൾ ആണ്. സോ -2ൽ നിന്ന് -1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അഗെയിൻ -2ൽ നിന്ന് -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. -3ൽ നിന്ന് 2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ അല്ല. 1ലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. 0യിലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. -1ലേക്കുള്ള ട്രാൻസിഷൻ പോസിബിൾ അല്ല. -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഇത്രയാണ് പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ. ഇനി നമ്മൾ ഈ ട്രാൻസിഷന്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ചില കേസിൽ that will delta ml എന്ന് പറയുന്നത് -1 ആവുമ്പോൾ μ0 - EB/4πm വരും.
ദെൻ ചേഞ്ച് ഇൻ ഡെൽറ്റ എം എൽ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ന്യൂ സീറോ ലൈൻ കിട്ടും. ഡെൽറ്റ എം എൽ പ്ലസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ സീറോ പ്ലസ് ഇ ബി ബൈ 4πm അല്ലെങ്കിൽ മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ സപ്പോസ് ഇഫ് യു ഡ്രോ ദ ട്രാൻസിഷൻസ് 3യിൽ നിന്ന് 2വിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ദെൻ 2വിൽ നിന്ന് 1ലേക്ക് ഒരു ട്രാൻസിഷൻ. ഇതെല്ലാം ഒരേ വാല്യൂ ഓഫ് ഡെൽറ്റ എം എല്ലിന്റെ വാല്യൂ +1 ഉള്ള വാല്യൂസ് ആണ് ഞാൻ ഒരുമിച്ച് വരയ്ക്കുന്നത്. 2വിൽ നിന്ന് 1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ അടുത്തത് 1ൽ നിന്ന് 0യിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ 0യിൽ നിന്ന് -1ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ 0യിൽ നിന്ന് അത് നമ്മൾ വരച്ചു. അടുത്തത് -1ൽ നിന്ന് -2ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഇത്രയും ട്രാൻസിഷന്റെ എല്ലാത്തിൻ്റെയും എനർജി എന്ന് പറയുന്നത് ഒരേ വാല്യൂ ഓഫ് എനർജി ആയിരിക്കും. കാരണം ഡെൽറ്റ എം എൽ എന്ന് പറയുന്നത് +1 ആണ്. സോ സിമിലർലി നമുക്ക് ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രാൻസിഷൻ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ സ്പേസിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോവാം. സോ ഡെൽറ്റ എം എൽ 0 ആകുന്ന ട്രാൻസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0, -2വിൽ നിന്ന് -2ലേക്ക് വരുന്ന ട്രാൻസിഷൻ, -1ൽ നിന്ന് -1ലേക്ക് വരുന്ന ട്രാൻസിഷൻ, 0 to 0, 1 to 1, then 2 to 2. സോ ഇതെല്ലാം ഡെൽറ്റ എം എൽ 0 ആകുന്ന ട്രാൻസിഷൻ ആണ്. ദെൻ ഡെൽറ്റ എം എൽ ഈക്വൽ ടു -1 ആകുന്ന ട്രാൻസിഷൻ, -3യിൽ നിന്ന് -2ലേക്ക് നടന്ന ട്രാൻസിഷൻ, -2വിൽ നിന്ന് -1ലേക്ക് കടന്ന ട്രാൻസിഷൻ, then -1 to 0, then 0 to 1, then 1 to 2. All these are having with delta ml equal to -1. അപ്പൊ നേരത്തെ +1ന് ഇത് നമുക്കൊരു സെൻട്രൽ ലൈൻ ന്യൂ സീറോ കിട്ടും. ഇവിടെ നമുക്കൊരു ഇന്റൻസ് ആയിട്ടുള്ള ലൈൻ കിട്ടും. ആ ലൈനിന്റെ എനർജി എന്ന് പറയുന്നത് ന്യൂ സീറോ മൈനസ് ഇ ബി ബൈ 4πm. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച്. ഇനി നമുക്ക് ഡെൽറ്റ എം എൽ +1ന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ലൈൻ കിട്ടും. ഡെൽറ്റ എം എൽ ഈക്വൽ ടു +1. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ന്യൂ സീറോ പ്ലസ് ഇ ബി ഡിവൈഡഡ് ബൈ 4π × m ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ സ്പെക്ട്രൽ ട്രാൻസിഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഇത്രയും നമ്പർ ഓഫ് ട്രാൻസിഷൻ നമുക്ക് കിട്ടുന്നത് ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ്. ഇവിടെ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് ട്രാൻസിഷൻ കിട്ടുന്നത് വേറൊരു സിംഗിൾ ലൈൻ ആയിട്ടാണ്. ആൻഡ് ഹിയർ അഗെയിൻ യു വിൽ ഗെറ്റ് അനദർ ട്രാൻസിഷൻ വിത്ത് അനദർ ലൈൻ വിത്ത് ഡെൽറ്റ എം എൽ ഈക്വൽ ടു +1. സോ എല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വരയ്ക്കാം. F3 ആയിരുന്നു അതിൻ്റെ കേസിൽ നമുക്ക് 3 കിട്ടി. ദെൻ ദർ ഈസ് 2. ദെൻ ഇത്തിരി നീട്ടി വരയ്ക്കാതെ അല്ലെങ്കിൽ ദെൻ 3, 2, 1. ദെൻ നമുക്ക് 0 കിട്ടി. ദെൻ -1, ദെൻ -2. ദെൻ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ വരച്ചു പോവുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ -3. ഇത്രയാണ്. അടുത്തതിൻ്റെ കേസിൽ നമുക്ക് ദിസ് ഇസ് ബി ഈക്വൽ ടു 0യിൽ ദെൻ ദിസ് ഇസ് കേസ് ഓഫ് 1f3 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1d2. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2, then 1, then 0, then -1, then -2. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻസ് വരയ്ക്കുകയാണെങ്കിൽ
മൈനസ് വരുന്നത് -3 നിന്ന് -2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 1 നിന്ന് ഓരോന്നിൻ്റെയും ട്രാൻസിഷൻ വരയ്ക്കാം. വണ്ണിൽ നിന്ന് 0 ഒരു ട്രാൻസിഷൻ, ദെൻ 0 നിന്ന് -1 ഒരു ട്രാൻസിഷൻ, ദെൻ -1 നിന്ന് -2 ഒരു ട്രാൻസിഷൻ, 2 നിന്ന് 1 ഒരു ട്രാൻസിഷൻ, സോറി ഇവിടെ വരെയുള്ള 2 നിന്ന് നിന്ന് 1 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 3 നിന്ന് 2 ഒരു ട്രാൻസിഷൻ. സോ ഇതെല്ലാം ഒരേ ഫ്രീക്വൻസി ഉള്ളതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കുന്നത് µ0 സെൻട്രൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. അപ്പം ആദ്യം വരുന്നത് 2 നിന്ന് 2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ 1 നിന്ന് 1 ഒരു ട്രാൻസിഷൻ, ദെൻ 0 നിന്ന് 0 ഒരു ട്രാൻസിഷൻ, ദെൻ -1 നിന്ന് -1 ഒരു ട്രാൻസിഷൻ, ദെൻ -2 നിന്ന് -2 ഒരു ട്രാൻസിഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി ഒന്നായിരിക്കും. അടുത്തത് നമുക്ക് ΔML = -1 ആണ് വരയ്ക്കേണ്ടത്. സോ നാച്ചുറലി 1 നിന്ന് 2 ഒരു ട്രാൻസിഷൻ, 1 നിന്ന് 2 ഒരു ട്രാൻസിഷൻ, ദെൻ 0 നിന്ന് 1 ഒരു ട്രാൻസിഷൻ, ദെൻ -1 നിന്ന് 0 ഒരു ട്രാൻസിഷൻ, ദെൻ -2 നിന്ന് -1 ഒരു ട്രാൻസിഷൻ, സോറി -1 നിന്ന് 0 ഒരു ട്രാൻസിഷൻ, ഇതാണ് ആ ട്രാൻസിഷൻ. ദെൻ -2 നിന്ന് -1 ഒരു ട്രാൻസിഷൻ, ദെൻ -3 നിന്ന് -2 ഒരു ട്രാൻസിഷൻ. സോ ഇതിന്റെ ഫ്രീക്വൻസി µ0 ആയിരിക്കും. അപ്പം നമുക്കൊരു സെന്ററിൽ ഒരു µ0 കിട്ടും. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി µ0 പ്ലസ് EB/4πm, ദെൻ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ µ0 മൈനസ് EB/4πm. So this is same as μb into b/h. So this is the various spectral transitions. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ട്രാൻസിഷൻസ് നടക്കുന്നത് വേരിയസ് എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടന്നാലും ഔട്ട്പുട്ടിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഓരോ സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കും. ലോ റെസൊല്യൂഷനിൽ നമ്മൾ കാണുന്നത് ഓരോ സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കും കാണുന്നത്. സോ this is about normal Zeeman effect. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് we will go for anomalous Zeeman effect. Okay, we will continue. Now ഇനി നമ്മൾ പോകുന്നത് anomalous Zeeman effectലേക്കാണ്. So anomalous Zeeman effect usually exhibit ചെയ്യുന്നത് atoms with non-zero spin angular momentum. നേരത്തെ നമ്മൾ കണ്ടിരുന്നു മാഗ്നറ്റിക് മൊമെന്റിലെ കോൺട്രിബ്യൂഷൻ വരുന്നത് ഓർബിറ്റൽ മോഷനിൽ നിന്നാണ്. ബട്ട് ഹിയർ atoms with non-zero spin angular momentum exhibit the anomalous Zeeman effect. So നമ്മൾ ഇതിന്റെ തിയറിയിലേക്ക്
പോവാണെങ്കിൽ we have to consider the contribution of magnetic moment due to spin motion as well as the orbital motion. അപ്പോൾ നമുക്കറിയാം ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ mu l എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് മൈനസ് ഇ ബൈ 2m ഇൻറ്റു എൽ ആണ്. ആൻഡ് സ്പിന്നിൻ്റെ കോൺട്രിബ്യൂഷൻ mu s എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് മൈനസ് ഇ ബൈ എം ഇൻറ്റു എസ്. സോ ഒരു നോൺ സീറോ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉള്ള ഒരു ആറ്റം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ both will be spin orbital motion as well as spin motion will be affected by the presence of magnetic field. So in this case, the change in energy, like we have calculated in the previous case, delta E is nothing but minus mu dot B. So this is nothing but minus of mu ennu parayunnathu, it's a combination of mu L and mu S. So mu L plus mu S dot B. So this can be written as mu L ennu parayunnathu, it's nothing but E by 2m. Minus cancel ചെയ്തു പോയി. E by 2m into L. ഇതിനെ നമുക്ക് എസിനെ നമുക്ക് 2s എടുക്കാം, കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ എം എ ഉള്ളൂ, നമ്മൾ ഇ ബൈ 2m ആണ് വെളിയിലേക്ക് എടുത്തത്. അപ്പോൾ നാച്ചുറലി ഹിയർ ഇറ്റ് ഈസ് എസ് ഡോട്ട് ബി. സോ ദിസ് ഇസ് ദ energy in presence of an external magnetic field when the atom is having a non-zero spin angular momentum. ഇനി നമുക്കിത് ചെയ്യണമെങ്കിൽ ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ നമുക്കറിയാം എല്ലും എസും തമ്മിലുള്ള interaction, spin orbit coupling എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. ഇനി ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ എല്ലും എസും തമ്മിലുള്ള coupling എന്ന് പറയുന്നത് കുറവായിരിക്കും. Rather than that, they will present separately in presence of an external field. So we will assume that the magnetic field is weak so that there exists spin orbit interaction between the two atoms. So quantum mechanically we can prove that L plus 2s is nothing but there is a quantity that is known as L plus 2s can be written as equal to G into J, where G ennu parayunnathu it's nothing but Lambda G factor. So there is another parameter which comes into play when we are going from normal to Zeeman effect. So that corresponds to the spin orbit coupling between the, in presence of a weak magnetic field, there occurs spin orbit coupling. So this leads to another term known as the Lambda G factor. അതായത് നമുക്ക് spin angular momentum, orbital angular momentum കൂടെ ആഡ് ചെയ്യുമ്പോൾ what we are getting is G into J. Now, if you want to calculate the value of Lambda G factor, so calculation of G, we can use we can use the same result. We have quantum mechanically L plus 2s is nothing but G into J. So if you take the dot product with J dot L plus 2s, it's nothing but G into J dot J. This can be written as G into J square. Now, what is J dot L plus 2s? And we calculate left hand side is nothing but J dot L plus 2s. This can be written as equal to J dot L plus S plus S. Now 2s ne split ചെയ്തിട്ട് S plus S നെയ്തി. So L plus S is nothing but J. So this can be written as J dot J plus S.
So j dot j plus s. So this can be written as j square plus j dot s. But we know that L equal to orbital angular momentum. L is nothing but j minus s. Therefore, L square is nothing but j square plus s square minus 2 times j dot s. ഞാൻ ഈ ജിയുടെ വാല്യൂ കാണിക്കുന്നത് ഇത് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് കാൽക്കുലേഷൻ ഓഫ് ജി ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. നമുക്ക് എൽ വാല്യൂം എസ് വാല്യൂം തരും, ജെ വാല്യൂം തരും. അതിൽ നിന്ന് യു വിൽ ബി ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലാംഡ ജി ഫാക്ടർ ജി. So L square is nothing but j square plus s square minus 2 times j dot s. So we can write j dot s from this expression as equal to j square plus s square minus L square divided by 2. So here we have j square plus j dot s. So നമുക്ക് j dot L plus 2s can be written as ഈ term j dot j plus അതിൻ്റെ j square plus j dot s ആയിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് j dot L plus 2s ആയിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നേരത്തെ ഇക്വേഷന്റെ പ്രീവിയസ് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? Now you can write the left hand side as LHS of previous equation can be written as equal to, it is nothing but j dot L plus 2s. This can be written as equal to j square plus നേരത്തെ നമ്മൾ കണ്ടിരുന്നു j square plus s square minus 2j dot s എന്നാണ് കിട്ടിയത്. So j dot s is equal to j square plus s square minus j square plus s square minus L square. So this can be written as, okay, sorry, ഇവിടെ ഒരു 2 j dot s ന് ഇവിടെ ഒരു 2 കൂടെ വരുന്നുണ്ട്, j square plus s square divided by 2. So from this we got the value as j square plus j square plus s square minus L square divided by 2 equal to g into j square. So നമ്മൾ ഇനി ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് j സ്ക്വയറിന്റെ വാല്യൂ അറിയാം. j square is nothing but j is equal to root of j into j plus 1 into h cross. We have j is equal to root of j into j plus 1 into h cross. അതുകൊണ്ട് j സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? j into j plus 1 into h cross square plus again നമുക്കിവിടെ j into j plus 1 plus s into s plus 1 minus L into L plus 1. അതിനെ മൊത്തത്തിൽ h cross square ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് എടുത്തു, ഡിവൈഡഡ് ബൈ j സ്ക്വയർ ഡിനോമിനേറ്ററിലേക്ക് പോയേ. അപ്പോൾ g ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, g ഈക്വൽ ടു the whole divided by
j into j plus 1 into 2 is there. 2 into j plus 1 into h cross square. So this can be written as equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, j into j plus 1 sorry, mistake വരുത്തിയേ. This can be written as equal to g into j square is nothing but j square plus j square plus s square minus l square by 2. Therefore, g can be written as j into j plus 1 into h cross square plus j into j plus 1 plus s into s plus 1 minus l into l plus 1, the whole multiplied by h cross square divided by, ഇവിടുത്തെ j square നമുക്ക് എങ്ങനെ എഴുതാം, j into j plus 1 into h cross square, ഇവിടെ 2 into j plus 1 into h cross square. So first term എന്താവും, 1 ആവും. 1 plus j into j plus h cross square കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് j into j plus 1 plus s into s plus 1 minus l into l plus 1 divided by 2 times j into j plus 1. So this is the expression for g. So you have gj in fact. So this is nothing but the lambda g factor can be written as equal to 1 plus j into j plus 1 plus s into s plus 1 minus l into l plus 1 divided by 2j into j plus 1. So this is the expression for gj. ഇനി ഇത് നമ്മളിത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ജെ വാല്യൂ എസ് വാല്യൂ എൽ വാല്യൂ തന്നാൽ നമുക്ക് ജി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സോ ഫോർ എ ഗിവൺ സ്റ്റേറ്റ് ജെയ്ക്കും എസിനും എല്ലിനും അനുസരിച്ച് ജിയുടെ വാല്യൂ വേരി ചെയ്ത് പോകും. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ജി ജെ. ഇനി നമ്മൾ വീണ്ടും ദ സ്പെക്ട്രൽ പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ, എനർജി അനോമലസ് പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷൻ ഈസ് നത്തിങ് ബട്ട് it was E by 2m into G into J dot B. നമ്മൾ നേരത്തെ കണ്ടിരുന്നു L plus 2s is nothing but L plus, നമ്മൾ യൂസ് ചെയ്തത് L plus 2s is equal to G into J എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് ആണ്. So this can be written as E by 2m into G into modulus of J into modulus of B into cosine of the angle between J and B. ഇനി അഗെയിൻ നേരത്തെ എടുത്തതുപോലെ തന്നെ ബിയുടെ ഡയറക്ഷനിലുള്ള ജെയുടെ കമ്പോണന്റ് ഇസഡ് ആയിട്ട് എടുക്കുക. ജെയുടെ വാല്യൂസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്വാണ്ടിസേഷൻ കാരണം J cannot take any arbitrary values. The values of J are restricted from minus J to plus J. The values of Mj is restricted from minus J to plus J. So obviously this cos J comma B can be written as, it's nothing but Jz by modulus of J. So നേരത്തെ അത് കാണിച്ചതാണ്. This is E by 2m into modulus of J into modulus of B into this angle എങ്ങനെ എഴുതാം, Jz divided by modulus of J. So this two got cancelled. Now Jz ന്റെ values എന്താണ്, Mj into H cross. Therefore this is EB by 2m into ഒരു ജിയും കൂടെ ഉണ്ട്, E into G
EB by 2m into G into mj into H cross. So this is the value of the interaction energy in anomalous Zeeman effect. So നമുക്കത് വീണ്ടും ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ എച്ച് ക്രോസ് ബൈ 2m ന് പകരമായിട്ട് നമുക്ക് മ്യൂ ബി എന്ന് എഴുതാം. സോ മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് ജി ദെൻ എം ജെ. സോ വേർ മ്യൂ ബി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m, or this is nothing but EH divided by 4 pi into m. So delta E, change in energy when spin angular momentum is considered, is nothing but mu b into b into g into mj. So ഇവിടെ നമ്മുടെ എം ജെക്ക് അഗെയിൻ എം ജെക്ക് എടുക്കാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 2j plus 1 values are possible ranging from minus j to plus j. So mj can have 2j plus 1 values possible ആണ് ranging from minus j to plus j. സോ ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. ഇനി നേരത്തെ പോലെ നമ്മൾ ഓരോ സ്റ്റേറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കുകയാണെങ്കിൽ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിലുള്ള എനർജി E0 എന്ന് എടുക്കാണ്. നമ്മൾ നേരത്തെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അപ്പർ സ്റ്റേറ്റിനെ പ്രൈം കൊണ്ടും ലോവർ സ്റ്റേറ്റിനെ ഡബിൾ പ്രൈം കൊണ്ടും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും അപ്പർ സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് E dash is equal to എന്ത് കിട്ടും? E0 dash plus mu b into b into g corresponding to that state into mj corresponding to that state. This is the upper state. ഇത് നമുക്ക് upper state എന്ന് എടുക്കാം. സോ ട്രാൻസിഷൻ നടന്ന് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് എനർജി നമുക്ക് കിട്ടുന്നത്. സോ ഈ ഡബിൾ ഡാഷ് അപ്പർ സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? E0 ഡബിൾ ഡാഷ് പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഇൻറ്റു എം ജെ ഡബിൾ ഡാഷ്. സോ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോവർ, ലെറ്റ് ഇറ്റ് ബി ദ ലോവർ സ്റ്റേറ്റ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ് ആയി. നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ എനർജി ഇ ഡാഷ് എനർജി ഉള്ള ഒരു സ്റ്റേറ്റ്, വേറൊരു സ്റ്റേറ്റിന്റെ എനർജി ഇ ഡബിൾ ഡാഷ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ യു വിൽ ബി എൻഡഡ് അപ്പ് വിത്ത് എ സ്പെക്ട്രൽ ലൈൻ. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ഡാഷ് മൈനസ് ഇ ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച്. കാരണം ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് ന്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു E0 ഡാഷ് മൈനസ് E0 ഡബിൾ ഡാഷ് ബൈ എച്ചിനെ ഞാൻ ന്യൂ 0 എന്ന് കൊടുത്തു. ന്യൂ 0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു ജി ഡാഷ് എം ജെ ഡാഷ് മൈനസ് ജി ഡബിൾ ഡാഷ് എം ജെ ഡബിൾ ഡാഷ്. അതായത് രണ്ട് സ്റ്റേറ്റിന്റെയും ജി വാല്യൂവും ജി ഡബിൾ ഡാഷ് വാല്യൂവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലേ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഓർ ദ ഫൈനൽ ഫ്രീക്വൻസി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. സോ ദിസ് ഗിവ്സ് യു the final expression for energy, or nu can be written as nu 0 plus mu b into b by h into g dash into mj dash minus g double dash into mj double dash. So unlike the previous caseൽ നമുക്ക് ഡെൽറ്റ എം എൽ അറിഞ്ഞാൽ മതിയായിരുന്നു. But at present, we have to know the G value as well as the unperturbed G value and the MJ value of each state. So I hope this is clear. എന്തെങ്കിലും സംശയം ഉണ്ടോ? Okay, if there is no doubt, we will go for the problem.
സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദി anomalous pattern of D1 and D2 lines of sodium and obtain the frequencies. സോ D1 D2 ലൈൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. D1 ലൈനിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, D1 നമുക്ക് കിട്ടുന്ന എങ്ങനെയാ, സോഡിയത്തിന്റെ 2p ഹാഫ് സ്റ്റേറ്റിൽ നിന്ന് 2s ഹാഫിലേക്കുള്ള ട്രാൻസിഷൻ leads to D1 line which is having a wavelength of 5896 angstrom, and D2 line നമുക്ക് കിട്ടുന്നത് സോഡിയത്തിന്റെ 2p 3/2 നിന്ന് 2s ഹാഫിലെ സ്പെക്ട്രൽ ട്രാൻസിഷൻ ആണ്. ദാറ്റ് ഈസ് ഹാവിംഗ് എ വേവ് ലെങ്ത് ഓഫ് 5890 ആംഗ്സ്ട്രോം. പറഞ്ഞിരിക്കുന്നത് അതിന്റെ അനോമലസ് പാറ്റേൺ പറഞ്ഞിരിക്കുന്നത്. സോ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഓരോ സ്റ്റേറ്റിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി വാല്യൂ വേണം, അതുപോലെ MJ വാല്യൂസും വേണം. സോ ഫസ്റ്റ് നമ്മൾ അത് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ ഡിയുടെ കേസ് എടുക്കാം നമുക്ക്. 2p 3/2 സോറി D1ന്റെ കേസിൽ 2p ഹാഫിൽ നിന്ന് 2s ഹാഫിലേക്കുള്ള ട്രാൻസിഷൻ n=3 ആണ് വരുന്നത്. സോ ഈ ഒരു ലെവലിന്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2p ഹാഫ് ഉണ്ട്. 2p ഹാഫ് എന്ന് പറയുമ്പോൾ പി ജെ എന്ന് പറയുന്ന ഫോർ 2p ഹാഫ് സ്റ്റേറ്റിന് j is equal to half. അപ്പൊ അതുകൊണ്ട് MJക്ക് എത്ര വാല്യൂസ് ആണ് പോസിബിൾ? 2 into half plus 1, that's equal to 2 values are possible. That is either it can be plus or minus half. ഇനി for the S 2s half state, 2s half സ്റ്റേറ്റിന് എന്താ സംഭവിക്കുക? J equal to half ആണ്. MJ എന്ന് പറയുന്നത് can have plus half or minus half. ഇനി ഈ ട്രാൻസിഷൻ നടക്കുന്നത് സെലക്ഷൻ റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സെലക്ഷൻ റൂൾ ഇതാണ്, ഡെൽറ്റ MJ is equal to 0 plus or minus 1. This selection rule you have to keep in mind. 0 ആകാം, plus or minus 1 ആകാം. പക്ഷെ MJ 0യിൽ നിന്ന് to 0 transition is allowed, not allowed if delta J equal to 0. Not allowed if delta J equal to 0. ഇതാണ് സെലക്ഷൻ റൂള് പറയുന്നത്. So the transition between various lines are governed by the selection rule. Delta MJ is equal to 0 plus or minus 1. MJ 0യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ is not allowed if delta J equal to 0. അപ്പൊ നമ്മളിവിടെ D1 ലൈനിന്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ P equal to ഹാഫില് MJക്ക് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയി. എസ് ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് MJ പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് G വാല്യൂസ് ആണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ G വാല്യൂസ് കറസ്പോണ്ടിങ് ടു വേരിയസ് ലെവൽ. ഇനി S is equal to ഹാഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ P equal to half. First we will start with P equal to half. GJ value for 2p half എങ്ങനെ കണ്ടുപിടിക്കും? GJയുടെ എക്സ്പ്രഷൻ is nothing but 1 plus J into J plus 1 plus S into S plus 1 minus L into L plus 1 divided by 2J into J plus 1. ഇതാണ് നമ്മുടെ GJ വാല്യൂ.
So this is equal to 1 plus j എത്രയാ വരിക ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എസ് എത്ര വരും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2s plus 1 equal to 2. Therefore 2s is equal to 1, s is equal to half. So plus half into half plus 1 minus s. S state in the L value എത്രയാ 0 minus 0 divided by 2 into j. What is j? J is nothing but half ആണ്. Sorry, we are calculating 2p half ആണ്. അപ്പോൾ പിയുടെ സ്റ്റേറ്റിൽ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ വാല്യൂ 1 into 1 plus 1. The whole divided by 2 into j plus 1. J എത്ര വാല്യൂ വരുന്നത്? That's equal to half. Half into half plus 1. So this is equal to 1 plus half into half plus 1. That's equal to 3 by 2. 3 by 2 into 1 by 2. That is equal to 3 by 4. Plus again 3 by 4. Minus 2 divided by 2 into half plus 1, 3 by 2, 3 by 4. So this is nothing but 3 by 2 minus 2. If you solve this, you will get, this is 3 by 2 minus 2. 3 minus 2 is nothing but 1. Then there is 1 by 2. Therefore, 1 by minus 1 by 2 varum. Minus 1 by 2 divided by 6 by 4 by 6 by 4. That's equal to minus 1 by 2 into 4 by 6. That will give you 1 minus 1 by 3. That's equal to 2 by 3. So the GJ value for 2p half is nothing but 2 by 3. ഇനി നമുക്ക് വേണ്ടത് GJ value for 2s half ആണ്. സോ അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്. So GJ value for 2s half. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് GJ is equal to 1 plus എസിന്റെ വാല്യൂ എത്രയാ വരിക ഹാഫ് തന്നെ. ജെയുടെ വാല്യൂ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 പ്ലസ് എസിന്റെ വാല്യൂ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1. എല്ലിന്റെ വാല്യൂ 0 വരും. ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 വരും. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? എനിബഡി? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തേ. മാം 2 ആണോ? യെസ്, ഇറ്റ് ഈസ് 2. So L in the value 0 ആകുമ്പോൾ naturally the GJ value will be equal to 2 വരും. So the value of GJ is nothing but 1 plus 1. This is equal to 2. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റിന്റെ GJ വാല്യൂ കിട്ടി. നമ്മളുടെ സ്റ്റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 2p ഹാഫും 2s ഹാഫും തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് വരയ്ക്കേണ്ടത്. So in the absence of field, that corresponds to D1 line. So 2p half namala ingine 2p half. So in presence of an external field, this is when b equal to 0. In presence of b യുടെ സ്ഥാനത്ത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ ദിസ് ഇസ് പ്ലസ് ഹാഫ് ആൻഡ് ദിസ് ഇസ് മൈനസ് ഹാഫ്. ദെൻ 2s ഹാഫ് എങ്ങനെ വന്നു? ദിസ് ഇസ് അഗെയിൻ പ്ലസ് ഹാഫ് ആൻഡ് ദിസ് ഇസ് മൈനസ് ഹാഫ്.
ഇനി ട്രാൻസിഷൻ പോസിബിൾ ആകുന്നത് പ്ലസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അഗെയിൻ മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് ഹാഫിൽ നിന്ന് again one more transition, minus half to minus half, then minus half to plus half. So altogether we will be having 4 lines. 4 lines ആണ് D1 transition. So normal കേസിൽ നമുക്ക് ഒറ്റ ലൈൻ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ D1ന്റെ എനർജി എന്ന് പറയുന്നത് 5896 ആങ്സ്ട്രോം. സോ 5896 ആങ്സ്ട്രോത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരൊറ്റ ലൈൻ നമ്മൾ ഇൻ പ്രസൻസ് ഓഫ് എൻ അപ്ലൈഡ് ഫീൽഡ് 4 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ എം ജെ ഇസ് ഈക്വൽ ടു 0, പ്ലസ് ഓർ മൈനസ് 1. ഈ ഒരു സെലക്ഷൻ റൂൾ വെച്ചിട്ട് ട്രാൻസിഷൻ നമ്മൾ ചെയ്തു. വി ഗോട്ട് 4 ലൈൻസ്. അപ്പം D1 ലൈൻ 5896 ആയിരുന്നു. Absence of field, now it has split up into 4 lines with different frequencies. നമ്മൾ ഫ്രീക്വൻസി ഇനി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും കേസിലെ ജിയും എം ജെയും എടുത്തിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്കുള്ള ട്രാൻസിഷൻ. സോ D1 ലൈൻസിന്റെ കേസിൽ പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ദാറ്റ് ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ ഈക്വൽ ടു ന്യൂ D1. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് നടന്ന ട്രാൻസിഷൻ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ എന്ന് പറയുന്നത് ന്യൂ D1 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച്. ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. ഇൻറ്റു നമുക്കറിയാം ജി ജെ ഇൻറ്റു എം ജെ. ജി ജെ നമുക്ക് കിട്ടിയത് 2/3 ഇൻറ്റു 1/2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2. So this is nothing but Gj dash Mj dash. ഇവിടെ നമുക്ക് Gj double dash Mj double dash. Gj dash എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. Gj corresponds to upper level. 2p ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Gj എന്ന് പറയുന്നത് 2/3 നമ്മൾ കണ്ടതാണ്. ആൻഡ് എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Gj is 2 നമുക്ക് കിട്ടിയതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം ജെയുടെ വാല്യൂ 1/2. സോ ദിസ് ഗിവ് റൈസ് ടു എന്ത് കിട്ടും? ന്യൂ D1. നേരത്തെ ഉണ്ടായിരുന്ന D1 ലൈൻ 5896 ഉണ്ടായിരുന്ന ആ D1 ലൈനിന്റെ ഫ്രീക്വൻസി പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു ദിസ് വിൽ ബി 1/3. 1/3 പ്ലസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 4/3. സോ ഈ ലൈനിന്റെ ട്രാൻസിഷൻ ഫ്രീക്വൻസി ന്യൂ D1 പ്ലസ് മ്യൂ ബി 4/3 ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച്. ഇതായിരിക്കും ഇതിന് 1/2 മൈനസ് 1/2 ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. ഇനി നമ്മൾ 1/2 നിന്ന് 1/2 ഒരു ട്രാൻസിഷൻ എടുത്തിരുന്നു. 1/2 ടു 1/2 അങ്ങനെ ഒരു ട്രാൻസിഷൻ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ എന്ത് വരും? ന്യൂ D1 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു അഗെയിൻ 2/3 തന്നെയാണ് ഇൻറ്റു ഹാഫ്. ദെൻ ഇവിടെ മൈനസ് 2 ഇൻറ്റു നേരത്തെ മൈനസ് ഹാഫ് ആയിരുന്നെങ്കിൽ ഇപ്പൊ പ്ലസ് ഹാഫ് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു ന്യൂ D1 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു 2/3. 2 ക്യാൻസൽ ചെയ്ത് പോയി. 1/3 മൈനസ് 1 minus so this is 1/3 minus 1 minus 3/3, that's equal to minus 2/3. So this is nothing but new D1 minus 2/3 into mu b into b by h.
ദിസ് ഇസ് 1/2 നിന്ന് 1/2 ട്രാൻസിഷൻ്റെ. അടുത്ത് നമുക്ക് 4 ലൈനാണ് കിട്ടിയത്. മൂന്നാമത്തെ ലൈൻ നമ്മൾ എടുക്കുകയാണ്. മൂന്നാമത്തെ കേസിൽ 1/2 നിന്ന് -1/2 നിന്ന് -1/2 ഒരു ട്രാൻസിഷൻ. അപ്പൊ നേരത്തെ ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ d1 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? 2/3 ഇൻറ്റു 1/2 സ്ഥാനത്ത് 2/3 ഇൻറ്റു ഇവിടെ നമുക്ക് -½ ആണ്, -1/2 -2 ഇൻറ്റു അഗെയിൻ -1/2 ആണ്. സോ ദിസ് ഗിവ് യു ന്യൂ d1 plus 2/3 into mu b into b by h. Then അടുത്ത ഫോർത്ത് ട്രാൻസിഷൻ നമ്മൾ വരച്ചത് എങ്ങനെയായിരുന്നു? -½ നിന്ന് +½ ട്രാൻസിഷൻ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ എന്ത് വരും? ന്യൂ d1 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു എന്ത് വരും? 2/3 ഇൻറ്റു -½ then -2 into ½ that's equal to എന്ത് വരും? ഇവിടെ 2/3 2 ക്യാൻസൽ ചെയ്തിട്ട് -1/3 -1 വരും, -1 -3 വരുമ്പോൾ -4 വരും. സോ ദിസ് ഈക്വൽ ടു ന്യൂ d1 -4/3 മ്യൂ ബി ഇൻറ്റു ബി. സോ ദിസ് ഇസ് ദ 4 ലൈൻസിന്റെയും ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ഒരു ന്യൂ d1 പ്ലസ് 2/3 മ്യൂ ബി ഇൻറ്റു ബി, then ന്യൂ d1 minus 2/3 ഇൻറ്റു മ്യൂ ബി ബൈ ബി, മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച്. ദെൻ പിന്നെ നമുക്ക് കിട്ടിയത് ന്യൂ d1 പ്ലസ് 4/3 ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ബൈ എച്ച്, ദെൻ ന്യൂ d1 minus 4/3 ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയാണ് d1 ലൈൻസിന്റെ കേസിൽ നമുക്ക് വേരിയസ് അതായത് 5896 ആസ്ട്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് external magnetic field നമ്മൾ വെക്കുമ്പോൾ we are getting 4 lines and the frequencies of 4 lines we have calculated using the expression for energy. ഇനി നമ്മൾ പോകുന്നത് നേരെ d2 ലൈൻസിലേക്കാണ്. സോ മൊബൈൽ സാർ ഒരു ബ്രേക്ക് കൊടുക്കണോ? സാറിലൂടെ ഹലോ, ബ്രേക്ക് വേണോ പിള്ളേർക്ക്? യെസ് മിസ്, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. സാറ് അങ്ങോട്ടേക്ക് പോയെന്ന് തോന്നുന്നു. 11:18 ആകിയപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു 11:35 വീണ്ടും നമ്മുടെ ക്ലാസ് റെസ്യൂം ചെയ്യാം.
സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. സോ നമ്മൾ അടുത്തത് D2 ലൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ D2 ലൈനിന്റെ കേസിൽ ട്രാൻസിഷൻ നമ്മൾ കണ്ടതാണ്. D2 in case of D2 line, the transition is between 2p 3/2 to 2s half. അത് n equal to 3 ലെവലിലുള്ള 2p 3/2 നിന്ന് 2s ഹാഫിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5890 ആംഗ്സ്ട്രോം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ 3/2ന്റെ കേസിൽ j equal to 3/2. അപ്പോൾ എം ജിയുടെ വാല്യൂസ് then 2j plus 1 values 2 into 3/2 plus 1 4 values 3/2 1/2 minus 1/2 then minus 3/2. അതുപോലെ എസ് ഹാഫ് സെയിം തന്നെയാണ്. അപ്പൊ അതിന്റെ എം ജെ വാല്യൂസ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആകാം ആൻഡ് ദെൻ മൈനസ് ഹാഫ് ആകാം. ഇനി നമ്മൾ ജി ജെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2p 3/2 സ്റ്റേറ്റിന്റെ ജി ജെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ജി ജെ ഈക്വൽ ടു 1 plus j into j plus 1, that is 3/2 into 3/2 plus 1 plus half into half plus 1 minus 1 into 1 plus 1 divided by 2 into 3/2 into 3/2 plus 1. So this give you the value 1 plus 1/3, that's equal to 4/3 എന്ന് കിട്ടും. So this is the expression for GJ. 1 plus 1/3 equal to 4/3. So ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് D2 lines if you draw, what happens? 3/2ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ലെവൽസ് പോസിബിൾ ആണ്. So the corresponding to 2p 3/2, you have 4 levels.
3 by 2. Okay, I'll draw it little bit big. 3 by 2. Then half. Then minus half. Then minus 3 by 2. Then plus half. Then there is minus half. So the transitions വരുന്നത് 3 by 2 will നിന്ന് 1 by 2 ലേക്ക് ഒരു transition post 3 minus 1 that's equal to 2 by 2. So 3 by 2 to 1 by 2. 3 by 2 will നിന്ന് minus 1 by 2 ലേക്ക് ഒരു transition possible അല്ല കാരണം 3 by 2 minus 1 by 2 4 by 2 delta mj എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പ്ലസ് 2 ആയി പോവും. അപ്പൊ അതുകൊണ്ട് ആ ട്രാൻസിഷൻ പോസിബിൾ അല്ല. ദെൻ ഹാഫിൽ നിന്ന് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ അഗെയിൻ ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് 3 by 2 നിന്ന് മൈനസ് 3 by 2 നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് 3 by 2 മൈനസ് 1 by 2 മൈനസ് 3 പ്ലസ് 1 സോറി മൈനസ് 3 by 2 നിന്ന് minus 3 by 2 plus 1. That transition is not possible. Okay, minus 3 by 2 plus 1 minus 1 by 2 വരും. So minus 3 by 2 plus 1 by 2 that's equal to minus 1 വരും. അങ്ങനെ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഓൾ ടുഗെദർ എത്ര ലൈൻസ് ആണ് പോസിബിൾ ആയിട്ട്? 6 ട്രാൻസിഷൻസ് ആർ പോസിബിൾ. സോ കറസ്പോണ്ടിംഗ്ലി 6 ലൈൻസ് നമുക്ക് കിട്ടും. നേരത്തെ കേസിൽ നമുക്ക് എത്രയായിരുന്നു? 5896 ആങ്സ്ട്രോം ആയിരുന്നു. ഇവിടെ നമുക്ക് 5890 ആങ്സ്ട്രോം. സോ ദിസ് ഇസ് 2p 3 by 2 in the presence of B is in the absence of C, then up field, then 2s half. So in the absence of field it was only 5890 angstrom, only a single line. But in the presence of field there are 6 lines are possible. So this altogether ഈ രണ്ടിന്റെയും കൂടെ ചേർത്ത് 10 lines are possible in case of anomalous Seemann effect. So whereas in normal Seemann effect നമുക്ക് 3 lines ആണ് മെയിൻ ആയിട്ട് കിട്ടിയത്. Now you can calculate the frequency associated with the various transitions. നമ്മൾ D2 ലൈൻസിന്റെ കേസിൽ ചെയ്തത് D1 ലൈൻസിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ you can calculate the frequencies corresponds to D2 lines. ഇപ്പൊ D2 ലൈൻസിൽ നമുക്കറിയാം 3 by 2ന്റെ കേസിൽ 3 by 2 to half ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. പ്ലസ് 1 then 3 by 2 മുതൽ മൈനസ് ഹാഫ് is not possible. 1 by 2 ഒരു ട്രാൻസിഷൻ that is possible. Then 1 by 2 നിന്ന് minus 1 by 2 ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. So this is one line, this is the second, this is the third. Then again minus half-ൽ നിന്ന് plus half-ലേക്ക് ഒരു ട്രാൻസിഷൻ. This is fourth line, this is fifth line. Minus half-ൽ നിന്ന് again minus half-ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. Then minus 3 by 2 നിന്ന് minus half-ലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. So these are the various transitions. So if you calculate the frequencies associated with these various transitions, 3 by 2 1 by 2ന്റെ മാത്രം ഞാൻ കാണിച്ചു തരാം. 3 by 2 to 1 by 2ന്റെ ട്രാൻസിഷനിൽ ന്യൂ എന്ന് പറയുന്നത് നമുക്ക് ന്യൂ D2 ആണ് ഇവിടെ ഉള്ളത്. പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ബൈ h ഇൻറ്റു 4 by 3 into 3 by 2 minus 2 into 1 by 2. So this gives nu into D2 plus mu b into b by h into 3 and 3 got cancelled. So 4 by 2 is nothing but 2. Then 2 minus 1, that is 1. So ultimately mu D2 plus mu b into b by h മാത്രമേ വരുള്ളൂ. So then 1 by 2 to 1 by 2 transition നമ്മൾ എടുക്കുകയാണെങ്കിൽ
mu is equal to nu d2 plus mu b into b by h into എന്ത് വരും 4/3 into 1/2 minus 2 into 1/2. So this give rise to ഇവിടെ 4/3 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2/3 minus 1 2 minus so 2/3 minus 1 വരും. So this give rise to nu d2 plus mu b into b by h into, so this is 2/3 minus 2/2 1. So 2 minus 3 is minus 1 minus 1/3 വരും. Sorry, 1/2 to 1/2. Okay, correct. So nu d2 minus mu b into b divided by 3 into h. So ഇങ്ങനെ നമുക്ക് വേരിയസ് ട്രാൻസിഷന്റെ എനർജീസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ യു ക്യാൻ ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഓരോ ലെവലിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ അനോമലസ് സീമൻ പാറ്റേണിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത് സോഡിയം D1 D2 ലൈൻസിൽ D1 ലൈനിന്റെ കേസിൽ നമുക്ക് 4 ലൈൻസ് കിട്ടി. And D2ന്റെ കേസിൽ we got 6 lines. So this is the anomalous Zeeman pattern. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാഷൻ ബാക്ക് ഇഫക്റ്റ് ആണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. ഓക്കെ, so now we'll go for Paschen back effect. So നമ്മൾ നേരത്തെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ലോ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എസും എല്ലും കൂടെ കപ്പിള് ചെയ്തിട്ട് ഒരു ജെ വാല്യൂ നമുക്ക് കിട്ടി. സോ അത് ദിസ് ഈസ് വാലിഡ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. Now suppose if the magnetic field is very strong, what happens? Coupling between L and S breaks. So you cannot write L plus 2S is equal to G into J. So instead of that, L presses separately in the presence of magnetic field, and then S also presses separately. There will not be any interaction between L and S. They will be separate. So in that case, mu L and mu S presses separately, and this phenomenon is called a Paschen back effect. So Paschen back effect mainly applies to strong magnetic field. So എന്തുകൊണ്ട് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ കപ്ലിംഗ് ബിറ്റ്വീൻ എൽ ആൻഡ് എസ് ബ്രേക്സ്? സോ ഈ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ പാഷൻ ബാക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് മൈനസ് മ്യൂ എൽ ഡോട്ട് ബി, then again plus minus mu s dot b, that means minus mu s dot b ആയിട്ട് മാറും. So this is actually മൈനസ് മാറി, ദിസ് ഇസ് ആക്ച്വലി പ്ലസ് വരുള്ളൂ. കാരണം മൈനസ് ബി ഡോട്ട് ബി എന്ന് പറയുമ്പോൾ മൈനസ് സോറി so you have the interaction energy is nothing but minus mu L dot B
പ്ലസ് മൈനസ് മ്യൂ എസ് ഡോട്ട് ബി. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. നമുക്ക് മ്യൂ എല്ലിന്റെ വാല്യൂ നമ്മളൊക്കെ അറിയാം, ഈ മൈനസ് ഇ ബൈ 2m ഇൻറ്റു ദിസ് ഇസ് എൽ ഡോട്ട് ബി ആകും. ആൻഡ് ദെൻ പ്ലസ് മ്യൂ എസിന്റെ വാല്യൂ മൈനസ് ഇ ബൈ എം ആയിരുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ ബൈ 2m ഇൻറ്റു 2s എഴുതി ഞാൻ 2s ഡോട്ട് ബി എന്ന് വരും. സോ if you calculate this in the same way as in the previous case, ഇവിടെ നമുക്ക് എസ് ഡോട്ട് ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരും? എസ് സെഡിന്റെ വാല്യൂ എസ് സെഡ് ബൈ മോഡുലസ് ഓഫ് എസ് വരും. എസ് സെഡിന് എം എസ് ഇൻറ്റു എച്ച് ക്രോസ് വാല്യൂസ് ആണ് പോസിബിൾ ആകുന്നത്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ എനർജീസ്, what happens? E equal to delta E is equal to E by 2m into ഇത് നമുക്ക് മോഡുലസ് ഓഫ് എൽ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എൽ കോമ ബി എന്ന് എഴുതാം, പ്ലസ് ഇ ബൈ 2m ഇൻറ്റു മോഡുലസ് ഓഫ് എസ് ഇൻറ്റു 2 ടൈംസ് മോഡുലസ് ഓഫ് എസ് ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എസ് കോമ ബി. സോ ഈ 2 ക്യാൻസൽ ചെയ്ത് കളയണ്ട, നമ്മൾ എഴുതിയത് തന്നെ ഇ ബൈ 2m കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. So this gives you E by 2m into ml into h cross by L വരും. എല്ലും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ ബി ബൈ 2m into ml into h cross plus E by 2m into 2 times ms into h cross വരും. So this can be written as E h cross by 2m into b into ml. There is also a b ഇവിടെ ഉള്ളതാണ്, ml plus 2 times ms, which is equal to എന്ത് വരും? E h cross by 2m in a mu b into b into ml plus 2 times ms. Now ഒരു സ്റ്റേറ്റിന്റെ എനർജി, ഇനീഷ്യൽ എനർജി E0 ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, E0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ml പ്ലസ് 2 ടൈംസ് ms. ഇനി എം എസിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എം എസിന്റെ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ്. സെലക്ഷൻ റൂൾ ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0, പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് ഡെൽറ്റ എം എസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ദ സെലക്ഷൻ റൂൾ ഫോർ ദി ട്രാൻസിഷൻ. ഇതാണ് പാഷൻ ബാക്ക് ഇഫക്റ്റ്. അപ്പൊ പാഷൻ ബാക്ക് ഇഫക്റ്റില് അനോമലസ് സീമെൻ പാറ്റേണിൽ നമ്മൾ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് കപ്ലിംഗ് ബിറ്റ്വീൻ ഓർബിറ്റൽ ആസ് വെൽ ആസ് സ്പിൻ ടേംസ് അത് ബ്രേക്ക് ചെയ്യും. ആൻഡ് യു വിൽ ബി എൻറ്റർഡ് അപ്പ് വിത്ത് സെപ്പറേറ്റ് എം എൽ ആൻഡ് സെപ്പറേറ്റ് എം എസ്. അതായത് മ്യൂ എല്ലും മ്യൂ എസും സെപ്പറേറ്റ് ആയിട്ട് പ്രോസസ് ചെയ്യും. അപ്പോൾ there will be reduction in the total number of lines observed in the spectral transitions. So നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. So illustrate Paschen back for D2 lines of sodium. Illustrate Paschen back effect for D2 lines of sodium. So D2 lines നമ്മൾ നേരത്തെ കണ്ടതാണ് 2p 3/2 n equal to 3 ആണ്, 2p half. ഈ ഒരു ലെവൽ 2p അല്ല 2s half, ഈ രണ്ട് ലെവൽ തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് ആക്ച്വലി D2 ലൈൻസ് കിട്ടുന്നത്.
അപ്പോൾ ഈ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ML L എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ML എന്ന് പറയുന്നത് 0 -1 0 +1 ആകും. Then S സ്റ്റേറ്റില് for S state L equal to 0, therefore MS എന്ന് പറയുന്നത് L equal to 0 and S is equal to half. Therefore M is equal to plus or minus half വരും. ഇനി അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ML എന്ന് പറയുന്നത് ദിസ് ഇസ് ML ഈക്വൽ ടു 0 തന്നെയാണ് വരുന്നത്. അപ്പോ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് വെച്ചാല് ഇനീഷ്യലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇത് 2p 3/2 2p 3/2. So in presence of field, what happens? നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 0 then +1 0 -1. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ലെവല് സ്പ്ലിറ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ML എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ML എന്ന് പറയുന്നത് 0. ML ഈക്വൽ ടു 0. ഇവിടെ 2s½ ഇതായിരുന്നു ആബ്സെൻസ് ഓഫ് ഫീൽഡിൽ നമുക്ക് കിട്ടിയ D2 ലൈൻ. ഇനി എന്ത് പറ്റും? ഈ +1 കറസ്പോണ്ടിങ് ആയിട്ട് എസിന്റെ വാല്യൂ എത്രയാ? ഇവിടെ S ഈക്വൽ ടു ഹാഫ് ആയതുകൊണ്ട് MS എത്ര വാല്യൂ ഉണ്ട്? +or-½ 2 വാല്യൂസ് പോസിബിൾ ആണ്. അതായത് ഓരോ ML ലെവൽ +1 കറസ്പോണ്ടിങ് ആയിട്ട് there will be 2 values of MS. സോ എത്ര വന്നു? +½ ഉണ്ട്, ഒരു -½ ഉണ്ട്. അഗെയിൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് +½ and then -½ then അടുത്തത് -1 കറസ്പോണ്ടിങ് ആയിട്ട് ദിസ് ഇസ് വെരി മച്ച് കോയിൻസിഡന്റ് +½ and this is -½ ഈ രണ്ട് സ്റ്റേറ്റിനും ഒരേ എനർജി ആയിരിക്കും. സോ ഇത് ആക്ച്വലി ദിസ് ആർ ഐഡന്റിക്കൽ സ്റ്റേറ്റ്സ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് -½ +½ കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ എനർജി ലെവൽ. അപ്പൊ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോ ആദ്യത്തെ ട്രാൻസിഷൻ +½ നിന്ന് +½ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ -½ നിന്ന് അതിന്റെ -½ നിന്ന് -½ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അടുത്തത് +½ നിന്ന് +½ ദെൻ -½ നിന്ന് -½ ഒരു ട്രാൻസിഷൻ. ദെൻ അടുത്ത കേസിൽ അഗെയിൻ +½ നിന്ന് +½ ഒരു ട്രാൻസിഷൻ. ദിസ് ഇസ് +½ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോറി -½ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ അഗെയിൻ -½ നിന്ന് ഇങ്ങോട്ടേക്കൊരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. So the various transitions നമ്മൾ വരച്ചു +½ to +½ so this is up to +½ then this is +½ കേട്ടോ. So +½ നിന്ന് +½ ഒരു ട്രാൻസിഷൻ. സോറി നമ്മൾ ട്രാൻസിഷൻ വരയ്ക്കേണ്ടത് ലോവർ ലെവലുമായിട്ടല്ലായിരുന്നു. So this is +½ and this is -½. So S½ അപ്പൊ +½ നിന്ന് +½ ഒരു ട്രാൻസിഷൻ. Then
അതിന്റെ തന്നെ -12 നിന്ന് -12 ഒരു ട്രാൻസിഷൻ. ദെൻ സെക്കൻഡ് ലൈനിന്റെ +12 നിന്ന് +12 ഒരു ട്രാൻസിഷൻ. അതിന്റെ -12 നിന്ന് -12 ഒരു ട്രാൻസിഷൻ. ദെൻ തേർഡ് ലൈനിന്റെ +12 നിന്ന് +12 ഒരു ട്രാൻസിഷൻ. ദെൻ അതിന്റെ തന്നെ -12 നിന്ന് -12 ഒരു ട്രാൻസിഷൻ. അപ്പോ ഇതിന്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ E0 പ്ലസ് മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ml പ്ലസ് 2ms ആണ്. ഈ രണ്ട് ലൈനിനും ഇവിടെ നമ്മൾ വരച്ച ഈ രണ്ട് ലൈനിനും µd2 മൈനസ് CB/4πm കിട്ടും. ഈ രണ്ട് ലൈനിനും കറസ്പോണ്ടിങ് ആയിട്ട് +12 -12 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി µd2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് µd2 പ്ലസ് മ്യൂ ബി ഇൻറ്റു b/h എന്ന് കിട്ടും. ഇവിടെ µd2 മൈനസ് EB മ്യൂ ബി ഇൻറ്റു b/h എന്ന് കിട്ടും. സോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നോർമൽ സീമൻ ഇഫക്റ്റിലെ പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് അനോമലസ് സീമൻ പാഷൻ ബാക്ക് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഹാവ് റെഡ്യൂസ്ഡ് ടു 3. എല്ലാത്തിനും ഒരേ എനർജി ആയിട്ടുള്ള 3 ലൈൻസ് ആയിട്ട് സ്പെക്ട്രൽ ലൈൻസ് വിസിബിൾ ആയി. സോ നേരത്തെ കേസിൽ നമുക്ക് കിട്ടിയ വേരിയസ് ട്രാൻസിഷന് പകരം now we are entered up with 6 lines. Out of the 6 lines, രണ്ടെണ്ണത്തിനും ഒരേ ഫ്രീക്വൻസി ആണ്. സോ they fall in the same line, same frequency value. അപ്പോൾ നമുക്കത് ഒറ്റയായിട്ടാണ് കാണുക. സോ this is one line, this is another line, this is another line. സോ പാഷൻ ബാക്ക് ഇഫക്റ്റിലേക്ക്, അതായത് ഹൈ മാഗ്നറ്റിക് ഫീൽഡിൽ അനോമലസ് പാറ്റേൺ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആറ്റംസ് അഗെയിൻ എന്ത് ചെയ്തു? സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്തു. Earlier it was in presence of a weak magnetic field, the number of spectral lines were more, but now when you increase the magnetic field, the number of spectral lines has reduced. So this is because of the coupling between the L and S is lost in presence of an applied high magnetic field. So anomalous pattern is valid in presence of a weak field, whereas this one passion back effect is valid for high magnetic field. So ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പാഷൻ ബാക്ക് ഇഫക്റ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ML വരയ്ക്കണം. ദെൻ ML ഓരോ MLനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിങ് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി സംതിങ് കോൾഡ് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് പോവാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്. സോ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ലീഡ്സ് ടു ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അപ്പൊ നമ്മൾ ആക്ച്വൽ ട്രാൻസിഷൻ സിംഗിൾ ലൈൻ ആണെങ്കിലും ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കി കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് മോർ നമ്പർ ഓഫ് ലൈൻസ്, ദാറ്റ് ഈസ് ഫൈൻ സ്ട്രക്ചർ. അപ്പൊ ഫൈൻ സ്ട്രക്ചറിന് ബേസിക് ആയിട്ട് കാരണം എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്. Now, what is the reason for hyperfine structure? Fine structure single ആയിരുന്നതും that may again if you examine you can see the number of more number of lines. So that leads to hyperfine structure. So hyperfine structure the reason എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഒരു സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ന്യൂക്ലിയറിന്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള കപ്ലിംഗ് ആണ് ആക്ച്വലി ദാറ്റ് ലീഡ്സ് ടു സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ്. സോ ആക്ച്വലി കപ്ലിംഗ് ബിറ്റ്വീൻ spin angular momentum of nucleus, basically proton,
electronic angular momentum leads to splitting of energy levels. സോ ഇതാണ് ഹൈപ്പർഫൈൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിനെ എഫ് എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഐ എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്പിൻ ആംഗുലാർ മൊമെന്റം, ജെ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം. സോ എഫ് ഈക്വൽ ടു ഐ പ്ലസ് ജെ. എഫിന്റെ വാല്യൂ നമുക്ക് റൂട്ട് ഓഫ് ക്വാണ്ടം മെക്കാനിക്കലി എഫ് ഇൻറ്റു എഫ് പ്ലസ് 1 into h cross like in the same way as that of j. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇനി രണ്ട് ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ എഫ് ഈക്വൽ ടു 0, പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ള സെലക്ഷൻ റൂൾ വെച്ചിട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ജസ്റ്റ് ഇതൊരു മനസ്സിലാക്കി വെക്കുക. സെലക്ഷൻ റൂൾ ഡെൽറ്റ എഫ് 0 പ്ലസ് ഓർ മൈനസ് 1. ഇതാണ് വേരിയസ് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷനുള്ള ഹൈപ്പർഫൈൻ സ്ട്രക്ചറിലുള്ള ട്രാൻസിഷൻ നടക്കുന്നത്. സോ വി ക്യാൻ ഡ്രോ ദി ആസ് ആൻ എക്സാമ്പിൾ we can draw the hyperfine structure of 2d 3/2 to 2p half. So now consider an atom as an example. So draw the energy level diagram. ഹാഫ് ആണ്. ഐ എന്ന് പറയുന്നത് 3 ആണ്. Therefore എഫിന്റെ വാല്യൂസ് 3 പ്ലസ് ഹാഫ് ടു 3 മൈനസ് ഹാഫ് വരെ വാല്യൂസ് പോസിബിൾ ആണ്. 3 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 5/2 അല്ല സോറി 7/2. സോറി ഫോർ ഇന്ററപ്ഷൻ ടീച്ചറെ, സ്ക്രീനിൽ കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല. എന്നിട്ട് പിള്ളേര് പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ഇപ്പോഴാണ് ഇപ്പൊ ഒന്ന് ഇപ്പൊ കാണാവോ? ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ കാണാം. സോ 2d 3/2 2p ഹാഫ് ട്രാൻസിഷന്റെ ആണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. j ഈക്വൽ ടു ഹാഫ്, i ഈക്വൽ ടു 3. therefore f എന്ന് പറയുന്നത്
7/2. Two values are possible, 7/2 and 5/2. So if you draw the levels, you have 9/2, then 7/2, then 5/2, then this is 3/2. This corresponds to 2D 3/2. And അടുത്തത് 7/2, then 5/2. So ഇനി ട്രാൻസിഷൻസ് 9/2 നിന്ന് 7/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. Then 7/2 നിന്ന് 5/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. Then again 7/2 നിന്ന് 7/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സിമിലർലി അടുത്തത് 5/2 കേസിലും 5/2 നിന്ന് 7/2 ഒരു ട്രാൻസിഷൻ, സോറി 5/2 നിന്ന് 7/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. 5/2 നിന്ന് 5/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. Then 3/2 നിന്ന് 5/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇതാണ് വേരിയസ് ട്രാൻസിഷൻസ്, ഹൈപ്പർഫൈൻ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ഹൈപ്പർഫൈൻ കമ്പോണൻസ് 2D 3/2 നിന്നും 2P ഹാഫിലേക്കുള്ള വേരിയസ്. ഈ 9/2 നിന്ന് 1 കുറച്ചതാണോ ബാക്കിയുള്ള വാല്യൂസ്? 7/2 5/2. അതായത് വാല്യൂസ് നമുക്ക് കിട്ടുന്നത് J പ്ലസ് I എന്ന് പറഞ്ഞ 3 അല്ലേ, 3 പ്ലസ് 3/2 മുതൽ 3 മൈനസ് 3/2 വരെ 1ന്റെ വാല്യൂല് വെച്ചിട്ട് കുറഞ്ഞു മൈനസ് 3 പ്ലസ് 5/2, അതായത് J പ്ലസ് I മുതൽ J മൈനസ് I വരെ വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ. സോ ഇതാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിലെ വേരിയസ് ട്രാൻസിഷൻസ് ആണ് നമ്മൾ കാണിച്ചത്. ഇനി ഹൈപ്പർഫൈൻ്റെ സ്പ്ലിറ്റിങ്ങിന്റെ കേസിൽ മെയിൻലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി interaction between the spin angular momentum of the nucleus and the electron. ഇത് തന്നെ നിങ്ങൾ വീണ്ടും പല സിറ്റുവേഷനിൽ പഠിക്കാനുള്ളതാണ്. അപ്പം ട്രാൻസിഷൻസ് നടക്കുന്ന സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ΔF=0 ആകാം, അല്ലെങ്കിൽ ΔF=+ or -1 ആകാം. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ വേരിയസ് ട്രാൻസിഷൻസ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് പഴയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് പോവാം. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അത് വർക്ക്ഔട്ട് ചെയ്യാം. സോ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ. So ആദ്യത്തെ question, spectral line corresponding to an atomic transition from J equal to 1 to J equal to 0 states
splits in a magnetic field of 0.1 Tesla into 3 components separated by 1.6 into 10 raised to minus 3 angstrom. If the zero field spectral line corresponds to 1849 angstrom, what is the G factor corresponding to the J equal to 1 state? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് ജെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ജെ ഈക്വൽ ടു 1-ൽ നിന്ന് ജെ ഈക്വൽ ടു 0 സ്റ്റേറ്റിലേക്കുള്ള അറ്റോമിക് ട്രാൻസിഷൻ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.1 ടെസ്ല, 3 കമ്പോണൻസ് സെപ്പറേറ്റഡ് ബൈ 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ആങ്സ്ട്രം. ഇഫ് ദ സീറോ ഫീൽഡ് സ്പെക്ട്രൽ ലൈൻ, അതായത് ആബ്സെൻസ് ഓഫ് ഫീൽഡിലുള്ള സ്പെക്ട്രൽ ലൈൻ്റെ വേവ് ലെങ്ത് 1849 ആങ്സ്ട്രം ആണ്. ജി ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ജി ഇൻറ്റു ജെഡ്, ജി ജെ ഡാഷ് എം ജെ ഡാഷ് മൈനസ് ജി ജെ ഡബിൾ ഡാഷ് എം ജെ ഡബിൾ ഡാഷ്. ഇതാണ് നമ്മുടെ ഡെൽറ്റ ഇയുടെ വാല്യൂ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ലാംഡയുടെ ടേംസിലാണ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസിയുടെ ടേംസിലാണ് നമ്മളെല്ലാം ചെയ്തത്. ഇതിനെ നമ്മൾ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രീക്വൻസി ആയി. ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് പറഞ്ഞിട്ട് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു ദിസ് ടേം ഗിവ്സ് യു ദ ഫ്രീക്വൻസി. നൗ ജെ ഈക്വൽ ടു 1 പ്ലസ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എം ജെയുടെ ജെ ഈക്വൽ ടു 0 ആണ് അടുത്തത് വരുന്നത്. അപ്പൊ ലോവർ ലെവലില് എം ജെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ടേമിനെ കുറിച്ച് വറി ചെയ്യണ്ട. സോ പിന്നെയുള്ളത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ജി ജെ ഡാഷ് ഇൻറ്റു എം ജെ ഡാഷ് ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി. അപ്പൊ ജെ ഈക്വൽ ടു പ്ലസ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി വാല്യൂ മാത്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് mu b into bയും this can be written as equal to delta E is equal to by H is equal to mu b into b by H. That is nothing but delta nu, change in the frequency in presence of an applied field. Mu b into b by H into ജി ജെ നമുക്ക് കണ്ടുപിടിക്കണം. ജി ജെ ഡാഷ് ഇൻറ്റു എം ജെ. എം ജെ ജെക്ക് പ്ലസ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം ജെയുടെ വാല്യൂ 1 എന്ന് എടുത്തിട്ട് വി ക്യാൻ ഹാവ് ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് ഇൻറ്റു ജി ജെ. ഇനി നമ്മൾക്ക് സിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ, അതായത് ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ ന്യൂ എങ്ങനെ എഴുതാം? മൈനസ് സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ലാംഡ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഡെൽറ്റ ലാംഡ ഇസ് നത്തിങ് ബട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. സോ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ന്യൂ divided by c will give you the change in wavelength. So lambda square by c into delta nu will give you the change in wavelength. So നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡെൽറ്റ ലാംഡ is equal to 1.6 into 10 raised to minus 3 angstrom. ലാംഡ തന്നിരിക്കുന്നത് 1849 into 10 raised to minus 10 1849 angstrom എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ന്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഡെൽറ്റ ന്യൂ ഈസ് നത്തിങ് ബട്ട്, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ ന്യൂ. ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു 1 ലാംഡ സ്ക്വയർ so the same equation delta nu is equal to 3 into 10 raised to 8 into എന്ത് വരും? ഡെൽറ്റ ലാംഡ തന്നിട്ടുണ്ട് 1.6 into 10 raised to minus 3. അതാണ് വേവ് ലെങ്ത്തിൽ വന്ന ചേഞ്ച്.
divided by 1849 into 10 raised to minus 10 the whole square, which is equal to, നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 0.1404 into 10 raised to 10 hertz എന്ന് കിട്ടും. സോ ഡെൽറ്റ ന്യൂ ഐ നമുക്ക് ജിയുടെ വാല്യൂ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഇൻറ്റു ജി ജെ. അപ്പൊ ഡെൽറ്റ ന്യൂവിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്തിൽ നിന്ന് we have to calculate the value of delta nu. Now we have another expression for delta nu. It is nothing but mu b into b by h into gj. So b തന്നിട്ടുണ്ട് 0.1 Tesla ആണ്. So in the problem, question മനസ്സിലായ problem, it is given that 0.1 Tesla അതാണ് നമ്മുടെ b. വേവ് ലെങ്ത്തിന്റെ ചേഞ്ച് ഡെൽറ്റ ലാംഡയാണ് തന്നിരുന്നത്. ലാംഡ ഇനീഷ്യൽ വാല്യൂ ഓഫ് ലാംഡ എന്ന് പറയുന്നത് 1849 ആയിരുന്നു. അത് 1.6 into 10 raised to minus 3 ചേഞ്ച് വന്നു അതിന്റെ വാല്യൂവിന്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു. സോ നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ജി. ജി ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ന്യൂ ഇൻറ്റു delta nu into h divided by mu b into b. So delta nu നമുക്ക് തന്നിരിക്കുന്ന എത്രയാ നമ്മൾ കണ്ടുപിടിച്ചു 0.1404 into h ന്റെ വാല്യൂ 6.63 into 10 raised to minus 34 625 വരും, divided by mu b. mu b എന്ന് പറഞ്ഞ ബോർ മാഗ്നറ്റോൺ 9.27 into 10 raised to minus 24 ആണ്, into b the value 0.1. So this give you the value as, if you calculate this will give you the value of 1. So the g value is 1. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇത് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓപ്ഷനിൽ നമുക്ക് 2 തന്നിട്ടുണ്ട്, 3/2 തന്നിട്ടുണ്ട്, 1 ഉണ്ട്, 1/2 ഉണ്ട്. സോ ദ ആൻസർ ഈസ് നത്തിങ് ബട്ട് 1. സോ ഇതിൻ്റെ അകത്ത് ആകെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് ഡെൽറ്റ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഡെൽറ്റ ന്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. അതിൽ നിന്ന് ഡെൽറ്റ ന്യൂ ഈസ് നത്തിങ് ബട്ട് -1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ലാംഡ. ആ ഒരു എക്സ്പ്രഷനിൽ ഡെൽറ്റ ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഉണ്ടായിരുന്ന വേവ് ലെങ്ത് ആയിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ ഡെൽറ്റ ന്യൂ കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് ഡെൽറ്റ ന്യൂവിന്റെ എക്സ്പ്രഷൻ അറിയാം, മ്യൂ ബി ഇൻറ്റു ബി ഇൻറ്റു ജി ജെ ഡാഷ് ഇൻറ്റു എം ജെ ഡാഷ് മൈനസ് ജി ജെ ഡബിൾ ഡാഷ് ഇൻറ്റു എം ജെ ഡബിൾ ഡാഷ്. ഇവിടെ ലക്കിലി എം ജെ ഡബിൾ ഡാഷും 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടേം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ദിസ് ഇസ് അഗെയിൻ എം ജെ പ്ലസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം ജെ വാല്യൂ 1 എന്ന് എടുത്തു. So that gives you mu b into b into gj. Delta nu the expression mu b into b into gj by h എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പ്രഷൻ ആയി. അതിൽ നിന്ന് we can calculate the value of gj. So now we will move to the second question. The spectroscopic symbol for ground state of 13 aluminum is 2p half. Under the action of a strong magnetic field, the ground state energy level split into. That's the question. How many levels? എത്രയായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തേ. ഇത് ശരിക്കും പറഞ്ഞാൽ പാഷൻ ബാക്ക് ഇഫക്റ്റിലായിട്ട് വരുന്നതാണ്. Spectroscopic symbol for the ground state of 13 aluminum is 2p half. അപ്പൊ ജെ എന്ന് പറയുന്നത് ഹാഫ് ആണ്. പക്ഷെ നമുക്കിവിടെ ജെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എം എൽ വാല്യൂ എം എസ് വാല്യൂമാണ്.
സോ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വിൽ സ്പ്ലിറ്റ് ഇൻ ടു എത്ര ലെവൽ എന്നുള്ളതാണ് ചോദ്യം. എനിബഡി ഹാസ് ദ ആൻസർ? ഒരു 5 മിനിറ്റ് സമയം തരാം, ചെയ്തിട്ട് പറഞ്ഞു. സിക്സ് ലെവൽസ് ആണ് മാം. ഡയറക്ട്ലി നമ്മൾ പറയാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ്, 6 ലെവൽസ് വരും. കാരണം 2s+1 വരും, 12+1 വരും, 6 സ്റ്റേറ്റ് വരും. പക്ഷെ നമ്മൾ നേരത്തെ വരച്ചപ്പോൾ തന്നെ കണ്ടിരുന്നു, 2 സ്റ്റേറ്റ് +12ഉം -12ഉം ഒരേപോലെ വരുന്ന ഒരു സ്റ്റേറ്റിന് ഒരേ എനർജിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു സ്റ്റേറ്റ് ഡീജനറേറ്റ് ആയിട്ട് വരും. +12, -12, -12, +12 അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന ഒരു സ്റ്റേറ്റ് ഡീജനറേറ്റ് ആയിട്ട് വരും. അപ്പൊ ശരിക്കും സ്പ്ലിറ്റിംഗ് തിയററ്റിക്കലി 6 ലെവൽസ് ഉണ്ടെങ്കിലും actually one of the energy level is degenerate, so ultimately the answer is 5 levels. Good. കേട്ടോ, പേരെന്താ? ഐശ്വര്യ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. A spectral line due to a transition from an electronic state P to an S state splits into 3 Zeeman lines in the presence of a strong magnetic field. At intermediate field strengths, the number of spectral lines is. ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഇവിടെ നമ്മള് സ്ട്രോങ് ഫീൽഡില് 3 ലൈനേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ നോർമൽ Zeeman effect. So or you can say it is a passion back effect. So at intermediate field strength, what happens to the number of spectral lines? അത് anomalous Zeeman pattern ആണ്. P യിൽ നിന്ന് S ലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് കാണിക്കുന്നത്. കിട്ടിയോ ആർക്കേലും? Any guess? സോ ഞാനൊരു ക്ലൂ തരാം. നമ്മൾ പിയും എസും തമ്മിലുള്ള ട്രാൻസിഷൻ പഠിച്ചിരുന്നു. D1 D2 ലൈൻസിൽ ബേസിക്കലി പിയും എസും തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടന്നത്. അതായത് P3/2 നിന്ന് S½ P1/2 നിന്ന് S½ ട്രാൻസിഷൻ നടന്നത്. ആ സെയിം ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. പിയിൽ നിന്നും എസിൽ നിന്നുമുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ എത്ര ലൈൻസ് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അത് ഇന്റർമീഡിയറ്റ് ഫീൽഡിലാണ്. അപ്പൊ നമുക്ക് J വാല്യൂ ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്.
അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ സീമൻ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് പി എന്ന് പറയുമ്പോൾ ഫോർ പി സ്റ്റേറ്റ് എല്ലിന്റെ വാല്യൂ എത്രയാ? എൽ ഈക്വൽ ടു 1 ആണ്. എസ് എന്ന് പറയുന്നത് ഹാഫ് എടുക്കുകയാണെങ്കിൽ ജെ ഈക്വൽ ടു എന്തൊക്കെ വരും? 2 വാല്യൂസ് പോസിബിൾ ആണ്. 3/2ഉം 1/2. അങ്ങനെ 2 വാല്യൂസ് ഓഫ് ജെ ആർ പോസിബിൾ. ഇനി എസ് സ്റ്റേറ്റിനാണെങ്കിൽ എൽ ഈക്വൽ ടു 0. അപ്പൊ എസ് ഈക്വൽ ടു ഹാഫ് ആണ്. അപ്പൊ ജെക്ക് ആണെങ്കിൽ ഹാഫ് മാത്രമേ വരുള്ളൂ. സോ നമ്മുടെ 2 സ്റ്റേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 2p 3/2 എന്ന് പറയുന്ന ദെൻ 2p ഹാഫ് ആണ് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സ്റ്റേറ്റുകൾ. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് 2s ഹാഫ്, കാരണം മൾട്ടിപ്ലിസിറ്റി 2 വരും. അപ്പം 2p 3/2 നിന്ന് ഒരു ട്രാൻസിഷൻ ഇങ്ങോട്ടേക്ക് നടന്നു. 2p ഹാഫിൽ നിന്ന് 2s ഹാഫിലേക്ക് ട്രാൻസിഷൻ നടന്നു. അപ്പൊ എത്ര ട്രാൻസിഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 2p 3/2 നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 2p ലെവല് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2p 3/2 3/2 then half, then minus half, then minus 3/2. Then അതേപോലെ 2p half ഉണ്ട്. 2p half, this is 2p 3/2. 2p half എത്രയായിട്ട് മാറും? പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. ഇനി നമ്മുടെ എസ് ലെവൽ എന്ന് പറയുന്നത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെയാ? പ്ലസ് ഹാഫും മൈനസ് ഹാഫും. സോ ഇനി ട്രാൻസിഷൻ നോക്കിയാൽ എത്രയാ? 3/2 നിന്ന് 1/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ 1/2 നിന്ന് 1/2 ട്രാൻസിഷൻ പോസിബിൾ ആണ്. 1/2 നിന്ന് -1/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇതിന്റെ ട്രാൻസിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ദെൻ -1/2 ഉണ്ട്. -1/2 നിന്ന് +1/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ദെൻ -1/2 നിന്ന് -1/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ -3/2 നിന്ന് -1/2 ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അപ്പൊ 2, 2, 4, 2, 6 ട്രാൻസിഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോസിബിൾ ആണ്. ഇവിടുന്ന് ആകുമ്പോൾ എത്ര ട്രാൻസിഷനാ പോസിബിൾ ആയി? ഹാഫിൽ നിന്ന് ഹാഫിലേക്കും ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്കും ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ മൈനസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഇവിടെ ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ദെൻ മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഓൾ ടുഗെദർ എത്ര വരും? ഇവിടുത്തെ 3/2 ഹാഫ്, ദെൻ 1/2 എന്നുള്ള ട്രാൻസിഷൻ, ഇതെല്ലാം കൂടെ എത്ര? 6 ലൈൻസ് വരും. ഇത് 4 വരും. സോ അൾട്ടിമേറ്റ്ലി എത്ര വരും? 10 ട്രാൻസിഷൻസ്, 10 ലൈൻസ് ആർ പോസിബിൾ. സോ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈസ് 10 ഇൻ ദിസ് കേസ്. ഇത് നമ്മുടെ D1 D2 ലൈൻസിന്റെ തന്നെയാണ്. D1 D2 ലൈൻസിൽ നമ്മൾ കണ്ടിരുന്നു 6 + 4 രണ്ടെണ്ണമായിട്ട് വന്നിട്ട് 10 ആണ്.
ഇത് ക്ലിയർ ആയോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. അനറ്റോമിക് ട്രാൻസിഷൻ 1p1s in a magnetic field of 1 Tesla shows Siemens splitting. Given that Bohr magneton is 9.27 into 10 raised to minus 24 joules per Tesla and the wavelength corresponding to the transition is 250 nanometer. The separation in the Siemens spectral lines is approximately. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ ലാംഡയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആൻസർ തന്നിരിക്കുന്ന നാനോമീറ്ററിലാണ്. അപ്പൊ വേവ് ലെങ്തിന്റെ സെപ്പറേഷൻ ഇനീഷ്യലി ഉണ്ടായിരുന്നതിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് പുതിയൊരു ലൈൻ ഫോം ചെയ്തത് എന്നുള്ളതാണ്. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 1p1s ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? മൾട്ടിപ്ലിസിറ്റി ഇവിടെ 1 ആണ്. അപ്പൊ അത് ഏത് ട്രാൻസിഷനാ? നോർമൽ സീമൻ പാറ്റേൺ ആണ്. കാരണം S=0 ആണ്. സോ നമുക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ യൂസ് ചെയ്യും. ഞാൻ ഡെൽറ്റ ലാംഡ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ? ലാംഡ സ്ക്വയർ ബൈ സി into delta nu. പക്ഷെ സീമന്റെ കേസിൽ ഡെൽറ്റ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എം എൽ ഡാഷ് മൈനസ് എം എൽ ഡബിൾ ഡാഷ്. സോ 1p1s in a magnetic field. സോ ഇവിടെ നമുക്ക് എസ് ആണ് സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ എം എൽ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോ എം എൽ ഡാഷ് എന്ന് പറയുന്ന 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ മ്യൂ ബി ബൈ ബി എച്ച് ആണ് ഡെൽറ്റ മ്യൂ വരുന്നത്. അപ്പോൾ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ലാംഡ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ? 250 നാനോ, സോറി 250 നാനോമീറ്റർ തന്നിട്ടുണ്ട്. സോ 250 into 10 raised to minus 9 the whole square into delta nu is nothing but mu b into b. Mu b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.7 into 10 raised to minus 24 into b എത്രയാണ് തന്നിരിക്കുന്നത്? 1 ടെസ്ല തന്നിട്ടുണ്ട്. Then it is divided by C, 3 into 10 raised to 8 into H. H എന്ന് പറഞ്ഞാൽ എത്രയാ? 6.625 into 10 raised to minus 34. So if you do the calculation, it will be some 0.003 nanometer എന്ന് കിട്ടും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ 0.003 നാനോമീറ്റർ ഇല്ല, പിന്നെ അതിനോട് ക്ലോസ് ആയിട്ടുള്ളത് 0.01 നാനോമീറ്റർ ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 0.01 നാനോമീറ്ററിന് എടുക്കാനേ പറ്റും. ഇത് നിങ്ങൾ തന്നെ ചെയ്യുക. സെയിം നേരത്തെ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ചെയ്തിട്ട് എന്നോട് ആൻസർ പറയാം. In a normal Siemens effect experiment using a magnetic field of strength 0.3 Tesla, splitting between the components of a 660 nanometer spectral line is. Normal Siemens effect ആണ്. എസും എം എല്ലും അങ്ങനെയൊന്നും തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എം എൽ ഈക്വൽ ടു 1 എന്ന് എടുക്കാം. ഡെൽറ്റ എം എൽ ഈക്വൽ ടു +1 എന്നെടുക്കാം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പെട്ടെന്ന് പറ.
ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഹബീബ് റഹ്മാൻ കിട്ടിയ ആൻസർ? നോ റെസ്പോൺസ്. ഫാത്തിമ? സംതിങ്. ഓക്കെ, നമ്മുടെ ചോയ്സിലുള്ളത് ആർക്കെങ്കിലും അതിനടുത്ത് എന്തെങ്കിലും കിട്ടിയോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരും റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ബൈ സി ഇൻറ്റു ഡെൽറ്റ ന്യൂ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽറ്റ ന്യൂ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ആരോ പറയുന്നുണ്ട്, പറഞ്ഞോ. എത്ര? ഡി ആണോ? 6. യെസ്, വെരി ഗുഡ്. 6 ആണ് ആൻസർ വരുന്നത്. ഐശ്വര്യാണോ പറഞ്ഞേ? വേറെ കുട്ടിയും കൂടെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇത് പോവാണ്, അതുകൊണ്ടാണ്. സോ വെരി ഗുഡ്. അത് 6 ആണ് വരിക കേട്ടോ. ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് മ്യൂ ബി ഇൻറ്റു ബി ബൈ എച്ച് വരും. നമ്മൾ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 660 ഇൻറ്റു 10⁻⁻9 the whole square divided by 3 into 10⁻⁸ into mu b. Mu b നമുക്കറിയാം 9.27 into 10⁻⁻24 into b. b നമുക്ക് 0.3 ടെസ്ല തന്നിട്ടുണ്ട്. into 0.3 divided by hന്റെ വാല്യൂ 6.625 into 10⁻⁻34. സോ ആൻസർ വരുന്നത് 6 into 6.09 into 10⁻⁻12 ആണ്. സോ 6 പിക്കോമീറ്റർ എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. An atomic spectral line is observed to split into 9 components due to Zeeman shift. If the upper state of the atom is 3d2, then the lower state will be. ഒരു സ്പെക്ട്രൽ ലൈനിന്റെ ട്രാൻസിഷൻ ആണ് തന്നിരിക്കുന്നത്. അതില് ഫസ്റ്റ് അപ്പർ സ്റ്റേറ്റിനെ 3d2 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ എത്ര ലൈൻ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 ലൈൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ലോവർ സ്റ്റേറ്റിന്റെ ഇതെന്ന് പറയാം. ലോവർ ടേം സ്റ്റേറ്റിന്റെ സ്പെക്ട്രൽ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ ട്രാൻസിഷനും നോക്കുക എത്ര വരുന്നത്. 3d2 3f2 ട്രാൻസിഷനിൽ വരിക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ടേം നോക്കുക 3f1. 3f1 കറക്റ്റ് ആണോ? അങ്ങനെ ഒരു സ്റ്റേറ്റ് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2s + 1 = 3 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2s = 2, therefore s = 1 എന്നാണ് വരേണ്ടത്. എൽ എന്ന് പറയുന്നത് SPD. എസിന് 0, പിക്ക് 1, ഡിക്ക് 2, എഫിന് 3 ആണ് വരുന്നത്. അപ്പൊ 3 + 1 മുതൽ 3 - 1 വരെ ജെ വാല്യൂസ് വരുള്ളൂ. അപ്പൊ ജെയുടെ വാല്യൂസ് പോസിബിൾ ആകുന്നത് 3 + 1 4, 3 - 1 എന്ന് പറയുന്നത് 2. സോ therefore 4, 3, 2 ഈ 3 വാല്യൂസേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ 3f1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചോയ്സിലെ ഇത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ മിച്ചമുള്ളത് 3f2, 3p1, 3p2 ഇതിലേതാണ് എന്നുള്ളതാണ്.
ഫസ്റ്റിന്റെ കേസിൽ നമ്മൾ 3D2 then 3F2 അങ്ങനെ ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ D2 എത്രയായിട്ട് വരും? D2ന്റെ കേസിൽ കമ്പോണൻസ് വരുന്നത് 2 ആയതുകൊണ്ട് +2 then +1 0 2 into 2 5 components ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. So that is +2 then +1 0 then -1 -2. അതേപോലെ F2ന്റെ കേസിലും 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ അതും എത്ര വരും? +2 then +1 then 0 then -1 -2 ഇങ്ങനെ. അപ്പോൾ 2-ൽ നിന്ന് 2-ലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ എല്ലാ പോസിബിൾ ട്രാൻസിഷനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 to 0 ഇവിടെ ഫോർബിഡൻ ആണ്. 2-ൽ നിന്ന് 2-ലേക്കുള്ള ട്രാൻസിഷനാണ് വരിക. ഇതിന്റെ ഏകദേശം 12 ലൈൻസ് നമ്മൾ 12 ട്രാൻസിഷൻസ് നടക്കും. അതേപോലെ തന്നെയാണ് അടുത്ത ഒരു ഇത് നോക്കുക. ചോയ്സിലെ അടുത്ത 3F2ന്റെ സ്ഥാനത്ത് 3P2ന്റെ സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ 2 എന്ന് പറയുന്നത് J വാല്യൂ 2 ആണ്. അപ്പൊ MJ എന്ന് പറയുന്നത് -2 -1 0 +2 +1. അപ്പൊ ഇതേപോലെ തന്നെ ഏകദേശം 12 ലൈൻസ് എവിടെയും വരും, ഈ ട്രാൻസിഷനും വരും. 3D2 നിന്ന് 3F2ലേക്ക് നടക്കുന്ന പോലെ തന്നെ 3D2-ൽ നിന്ന് 3P2ലേക്ക് നടക്കുമ്പോഴും ട്രാൻസിഷൻ അത്രയും തന്നെ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ഈ സ്റ്റേറ്റ് ഇറേനിയസ് ആയിട്ട് വന്നു. സോ പിന്നെ ആൻസർ വരുന്നത് ഇതായിരിക്കും 3P. സോ ദിസ് ഇസ് ദ ആൻസർ. നിങ്ങൾ ആ ട്രാൻസിഷൻ ഒന്ന് വരച്ചിട്ട് എത്ര ലൈൻസ് ഉണ്ടെന്ന് നോക്കി വെരിഫൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Zeeman shift of the energy of a state with quantum numbers L, S, J and Mj is Hz is equal to Hamiltonian ആണ് തന്നിരിക്കുന്നത്. Mj into mu b into b divided by J into J plus 1 L dot J plus Gs into S dot J. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി തന്നെയാണ്. So V is the applied magnetic field, Gs spin G factor and mu b by h എന്ന് പറയുന്നതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്.
1.4 megahertz per Gauss. Gaussലാണ് തന്നിരിക്കുന്നത്. Where h is Planck's constant. The approximate frequency shift of the S equal to 0, L equal to 1 and Mj equal to 1 state at a magnetic field of 1 Gauss is. അതായത് 1 Gauss മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ഷിഫ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഹാമിൽട്ടോണിയൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇത് എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ MJ1 എന്ന് തന്നിട്ടുണ്ട്, L ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്, S ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ വരുന്നത് മെയിൻ ആയിട്ട് μB ഇൻറ്റു B ബൈ H വരും. സോ ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തില് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ഫ്രീക്വൻസി ഷിഫ്റ്റ് ആണ്. ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് സെയിം ആസ് μB ഇൻറ്റു B ഡിവൈഡഡ് ബൈ H. അതിൽ μB ബൈ H തന്നിട്ടുണ്ട്. എന്താ? 1.4 മെഗാഹെർട്സ് പെർ ഗോസ് ആണ് തന്നിരിക്കുന്നത്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 1 ഗോസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരും? സോ ദിസ് ഇസ് 1.4 megahertz per gauss into 1 gauss. So ultimately the answer is 1.4 megahertz. So the answer is B. അടുത്തത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. വാല്യൂ ഓഫ് ലാഗ്രാഞ്ച് ഫാക്ടർ ഫോർ എ ഫൈൻ സ്ട്രക്ചർ ലെവൽ ഡിഫൈൻഡ് ബൈ ദ ക്വാണ്ടം നമ്പർ L equal to 1, J equal to 2 and S equal to 1 is. എളുപ്പം ചെയ്തു. The equation is, ഞാൻ equation തരാം. G equal to, ഓർമ്മയില്ലാത്തവർക്ക് 1 plus J into J plus 1 plus S into S plus 1 minus L into L plus 1 divided by 2 times J into J plus 1. So now you substitute the value for Lj, you will get the answer. Ma'am, 3/2 ആണ്. Yes, 3/2 is the answer. Just a substitution മാത്രമേ ഉള്ളൂ. നമ്മൾ ഫോർമുല ഓർത്തിരിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്തുള്ളൂ. So the answer is G equal to 3/2. അടുത്തത് നിങ്ങൾ എളുപ്പം ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. In the presence of a weak magnetic field, atomic hydrogen undergoes the transition 2p½ to 2s½ by emission of radiation. The number of distinct spectral lines that are observed in the resultant Siemens spectrum is. So ഇത് weak magnetic field എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അനോമലസ് സീമൻ ഇഫക്റ്റ് ആണ്. ആൻഡ് അഗെയിൻ 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ എസിനും സ്പിൻ ആംഗുലർ മൊമെന്റത്തിന് വാല്യൂ ഉണ്ട്. It cannot be 0.
ആർക്കെങ്കിലും കിട്ടിയ ആൻസർ? ഇവിടെ നമ്മളെ ജെ എന്ന് മാത്രം നോക്കിയാൽ മതി. എം ജെ 2p ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്. ദെൻ 2s ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2s ഹാഫ്. അപ്പൊ എന്ത് കിട്ടി? പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്. സോ ട്രാൻസിഷൻ ഹാഫിൽ നിന്ന് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ delta j is mj is equal to 0. Therefore, ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ, ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ. സോ ഡെൽറ്റ എം ജെ ഈക്വൽ ടു പ്ലസ് 1. ദെൻ ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിൽ നിന്ന് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ, ഡെൽറ്റ എം ജെ ഈക്വൽ ടു മൈനസ് 1. ദെൻ മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ, delta mj equal to 0. So these are the various transitions possible. So altogether എന്ത് വരും? ഹാഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്, ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ ഹാഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു പ്ലസ് ഹാഫിൽ നിന്ന് ഹാഫിലേക്ക്, പ്ലസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക്, ദെൻ മൈനസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക്. മൈനസ് ഹാഫിൽ നിന്ന് പ്ലസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ. സോ the number of distinct spectral lines that are observed in the resultant Zeeman spectrum is 4. The answer is C. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാണ്. An atom with one outer electron having orbital angular momentum L is placed in a weak magnetic field. The number of levels into which the higher total angular momentum state splits is 12 plus 2, 12 plus 1, 12, 12, 12 minus 1. So, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So, this is 12 plus 1. ML can have 2L plus 1 values. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11. The ground state of sodium atom is 2s half. Ground state തന്നിട്ടുണ്ട് 2s half. The difference in energy levels arising in the presence of a weak external magnetic field B given in terms of Bohr magneton on mu B. Bohr magneton mu B is mu B terms difference in energy levels arising in the presence of a weak magnetic field. ഈ പ്രോബ്ലം ശ്രദ്ധിച്ച് ചെയ്യുക. Anybody has the answer?
weak external magnetic field എത്രയാ 2 mu b b. യെസ് 2 mu b b ആണ്. ഞാൻ അതാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചു. mu b b എഴുതരുതെന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ചിലർ തെറ്റിച്ച് mu b b എഴുതും. വെരി ഗുഡ്. സോ ഇവിടെ നമ്മൾ s ഈക്വൽ ടു ഹാഫ്, j ഈക്വൽ ടു ഹാഫ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എം ജെക്ക് രണ്ട് വാല്യൂസ്, ഐദർ പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്, രണ്ട് വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്. അപ്പോൾ സെൻട്രലില് ഒരു ഇതുണ്ടായിരുന്നു, അതിൽ നിന്ന് ഇതിലേക്കുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് mu b ഇൻറ്റു ബി വരും. ഇവിടെയും mu b ഇൻറ്റു ബി വരും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്ലസ് mu b ഇൻറ്റു ബിയും കിട്ടും, മൈനസ് mu b ഇൻറ്റു ബിയും കിട്ടും. സോ അത് തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ രണ്ട് ലെവൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 mu b ഇൻറ്റു ബി ആണ്. സോ this is the difference in energy level arising in the presence of external magnetic field is 2 mu b into b. This is the answer. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The number of normal Zeeman splitting components of 1p 1d transition is. പെട്ടെന്ന് പറഞ്ഞ എത്ര വരും? ചെയ്തു നോക്കാനൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ s ഈക്വൽ ടു 0 ആണ്. സോ ദിസ് ഇസ് അഗൈൻ നോർമൽ സീമൻ ഇഫക്റ്റ് ആണ്. അപ്പൊ നോർമൽ സീമൻ ഇഫക്റ്റില് 1p 1d ട്രാൻസിഷനില് നമ്പർ ഓഫ് സ്പ്ലിറ്റിംഗ് കമ്പോണൻസ് വരുന്നത് ആൻസർ 3 ആണ്. You don't have to do the entire transitions. അടുത്തത് ഒന്ന് പെട്ടെന്ന് പറ. The number of permitted transitions 2p 3/2 to 2s half in the presence of a weak magnetic field. Again, this is the case of an anomalous Zeeman effect. നമ്മൾ പലതവണ ചെയ്ത ഒരേ പ്രോബ്ലം തന്നെയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. 3/2 ആണ്. 2p ഹാഫ് 2s ഹാഫ് ചെയ്യുമ്പോഴായിരുന്നു 4 വരുന്നത്. 6 ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഇവിടെ നമ്മൾ പ്രീ പി വരുമ്പോഴേക്കും നമ്മൾ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക? 3/2. ദെൻ ഇത് ശരിക്കും നമ്മൾ സോഡിയം D1 D2 ലൈൻസ് പഠിക്കുമ്പോൾ ചെയ്ത അതേ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്താണ്. ഹാഫ്, ദെൻ മൈനസ് ഹാഫ്, ദെൻ മൈനസ് 3/2. അപ്പൊ ഇത് ദെൻ ഇവിടെ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ പ്ലസ് ഹാഫും മൈനസ് ഹാഫും. സോ ഇതില് 6 ട്രാൻസിഷൻ, 3/2 നിന്ന് ഒരെണ്ണം, മൈനസ് 3/2 ഒരു ട്രാൻസിഷൻ, ഹാഫിൽ നിന്ന് ഹാഫിലേക്കും, ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്കും, മൈനസ് ഹാഫിൽ നിന്ന് ഹാഫിലേക്കും, മൈനസ് ഹാഫിൽ നിന്ന് മൈനസ് ഹാഫിലേക്ക് ഒരു ട്രാൻസിഷൻ. അങ്ങനെ ഈ ലെവലിൽ 2 ട്രാൻസിഷൻ വെച്ചിട്ട്, ഈ ലെവലിൽ ഓരോ ട്രാൻസിഷൻ വെച്ചിട്ട്. അപ്പൊ 2 + 2 +2 +1 +1 അങ്ങനെ ഇവിടെ 2 ട്രാൻസിഷൻ, 3/2 1/2, then 1/2 1/2 1/2 minus 1/2 minus 1/2 1/2 minus 1/2 minus 1/2 minus 3/2 2 minus 1/2. ഈ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഓൾ ടുഗദർ 6 ട്രാൻസിഷൻസ് ആർ പോസിബിൾ.
in the presence of a weak magnetic field. സോ ഞാൻ കുറേ പ്രോബ്ലംസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി എടുത്തതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതോടെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇനി ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത് ഒരു സ്റ്റാർക്ക് ഇഫക്റ്റിന്റെ ഒരു പോർഷനാണ്. അത് സെയിം തന്നെ, മാഗ്നറ്റിക് ഫീൽഡിന് പകരം ഇലക്ട്രിക് ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ് സ്റ്റാർക്ക് ഇഫക്റ്റിൽ വരുന്നത്. സോ അതുകൂടാതെ എനിക്ക് തോന്നുന്നു അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സോ ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് സാറേ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ല എങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ? അതെ മാം. ആരും അധികം റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. കുറച്ച് പേരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിന് കുറവാണ്. എന്നാൽ പോലും ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ സാറിനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ്. താങ്ക് യു മിസ്. Thank you.